നിങ്ങളെ നാവുന്നല്ലേ നിങ്ങളെ പറ്റി ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ പ്രസംഗിച്ചതല്ലേ ഇത്? ചോദിക്കട്ടെ, പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞേ? കേരള നദവത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം കിട്ടിയാൽ മുജാഹിദ് മൗലവി സ്വർഗത്തിൽ കിടക്കാന്നാണ് പറയുമ്പോഴത്തെ സംഗതിയാണ്. കാരണം കേരള നദവത്തുൽ മുജാഹിദീന് സൗദിന്റെ ഭരണം. എന്നാൽ അവർ രണ്ടാമത്തെ ദിവസം പണി മദീനത്ത് പോയിട്ട് റസൂലുള്ളാഹിന്റെ പച്ചക്കുത്തലുള്ള ജാറം തകർത്തു കളിയും. അപ്പൊ ഒന്നാമത്തെ ദിവസം എന്താ പണി? മക്കത്ത് പോയിട്ട് കയപം പൊളിക്കുക. നല്ല കൂട്ടരല്ലേ, നല്ല കൂട്ടരല്ലേ. യഹൂദികളെ തൃപ്തിപ്പെടുത്താനുള്ള വാചകം ഇങ്ങനെ പറയല്ലേ, യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കല്ലേ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇവരെല്ലാം വലിയൊരു നേതാവുണ്ട്. ഇയാൾ മാത്രമല്ല, നമ്മൾ ഇവിടെ വന്ന മാണിക്കക്കല്ലില്ലേ, മൂത്തുമാണിക്കല്ലും പറയുന്നുണ്ട് ഇത്. പൊങ്ങി നിൽക്കുന്നവരൊറ്റ കബറുകളെയും തട്ടിനിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരൊറ്റ ഹദീസുമില്ല. ഞാൻ അതാവർക്ക് മൗലവിക്ക് വിശദമായി പറഞ്ഞിട്ടുണ്ട്. വലാ ഖബറ മുസ്ലിഫന്നില്ല സമയത്ത് ഹദീസിൽ അതിന്റെ അർത്ഥമാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ഖഫല്ലാനിയും സാദിസാരിയും വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണം. ഇത് അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണം എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ, ഇമാം ഖഫല്ലാനി സാദിസാരിയിൽ അല്ലാതെ പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ തട്ടി നിറപ്പാക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടേ ഇല്ല. പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ വെൽമോലികൾ മനസ്സിലാക്കില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. മറ്റേ മൗലവി ഇവരൊക്കെ ഉപ്പാപ്പ, ആര്? ഉമർ മൗലവി വയസ്സായിട്ട് നയിക്കാൻ പോകും. അപ്പൊ മൂപ്പര് പറയാണ് ഈ ജാറങ്ങളൊക്കെ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. റസൂലുള്ള കിടക്കുന്ന സ്ഥലം ലയനത്തിന്റെ കേന്ദ്രമാണ് പോരാ. പിന്നെയും മൗലവി പറയാണ് ജാറൊക്കെ പൊളിച്ചിട്ട് അള്ളാഹുവോട് തൗബ ചെയ്താല് ഈ സമുദായത്തെ സഹായിക്കാൻ അള്ളാഹ് മലക്കുകൾ ഇറക്കൂ. ആരാ പറയുന്നത്? ഉമർ മൗലവി. അപ്പോ മലക്കുകൾ ഇറക്കൂന്ന് കേട്ടാ തോന്നും മലക്കുകളെ കയറ്റ മൂപ്പരാ. അല്ല മൗലവി, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന മൗലവി. ഈ മൗലവിയോട് ചോദിക്കട്ടെ, എവിടെയാണത് പറഞ്ഞത്? ജാറം പൊളിച്ചാലും മലക്കുകള അള്ള ഇറക്കൂ. നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞു. എവിടെ അങ്ങനെ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? എവിടെ ഉണ്ട്? വഹി വന്നോ ഉമർ മൗലവിക്ക്? ഒന്ന് കൽപ്പിച്ചോട്ടാവനെ. ഈ ലോകത്ത് നിന്ന് പൊഞ്ചു നിൽക്കുന്ന സർവ്വജാറങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് കുറച്ചുവരെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മലക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഏത് കിതാബ് കണ്ടത്? ഇംഗ്ലീഷിന്റെ കിതാബായി. അല്ലാഹുവിന്റെ ഖുർആനിലില്ല, ഹദീസിലില്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യഹൂദികളും നസ്രാനികളും ചില മഹാന്മാരെ ഖബറിൽ പോയി സുജൂദ് ചെയ്ത് കളഞ്ഞു. അതൊരു നിലക്കും പാടുള്ള പണിയല്ല. ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് പോലും മഹാന്മാരെ ഖബറ്, മഹാന്മാരെ മഖ്ബറ ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളെ ഖബറുകൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി യഹൂദികൾ, നസ്രാനികൾ. ആ നസ്രാനികൾക്ക് ലഅനത്ത്, യഹൂദിക്ക് ലഅനത്ത്, മഖ്ബറക്ക് ലഅനത്തില്ല കേട്ടോ, ജാറത്തിന് ലഅനത്തില്ല കേട്ടോ, സുജൂദ് ചെയ്തവന് ലഅനത്ത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുന്നവർ ഇസ്ലാമുമായുള്ള ബന്ധമെന്താണ്?
എന്താണ്? മുസ്ലിമീങ്ങളെ, ഞങ്ങൾ മുജാഹിദിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അതല്ല ഇവര് തന്നെ പറഞ്ഞതാണോ? ഓരോന്നും നിങ്ങളൊന്ന് ശരിക്കും കേൾക്കൂ. നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാൾ വലിയതൊക്കെ കേൾക്കാൻ വരുന്നേ ഉള്ളൂ. എന്താണ് മുജാഹിദെന്ന് സേവനക്കരയിലുള്ള ജനങ്ങൾ ഒന്നറിയട്ടെ. ഷാർജയിൽ വന്നിട്ടൊരു മൗലവി വന്ന് കബളിപ്പിച്ച് പോയാൽ പോരല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്? മൗലവി പറയാന് ഞങ്ങളെപ്പറ്റി ഇവര് വെറുതെ പറയാ, ഞങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നില്ല, ഞങ്ങൾ സലാത്ത് ചൊല്ലൂല, മദ്ഹ് പറയണ്ട ഞങ്ങൾ പറയും, റസൂലുള്ളാഹി കുറ്റം ചെയ്തു എന്ന് പറയും. ഞങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുകയാണ് മക്കളെ. ഈ സേവനക്കരയെന്ന് പ്രസംഗിക്കുക ഈദ് സായാഹ്നത്തിൽ പച്ച കള്ളം പറയാൻ ചോട്ടവനെ. നിങ്ങൾ ചിന്തിക്കണം, ആരാണിവിടെ പുത്തൻവാദികളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകൾ പുത്തൻവാദികളാണെന്നല്ലേ പറയുന്നത്? അവർക്ക് അല്ലാഹ് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് ബഹുമാനമില്ല. ഹബീബായ നബി തങ്ങളുടെ പേരിൽ അവർ സ്വലാത്ത് ചൊല്ലാറില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് പുച്ഛമാണ്. നബി തങ്ങളോട് അവർക്ക് വെറുപ്പാണ്. നബി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറയുന്ന കൂട്ടരാണ്. നബി തങ്ങൾ പിഴച്ചയാളാണെന്ന് പറയുന്ന കൂട്ടരാണ്. നബി തങ്ങൾ തെറ്റ് ചെയ്യുന്നയാളാണെന്ന് പറയുന്നവരാണ്. എന്തൊക്കെ ആരോപണങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയിട്ടും. അപ്പൊ നമ്മൾ പറയുന്നു ആരോപണമാണ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരാളോട് ബഹുമാനം ഉണ്ടായിട്ടാ ചെയ്യുക? അയാൾ താമസിക്കുന്ന വീട് വെച്ച് പൊളിക്കുക. ഇയാളും പറഞ്ഞു, മറ്റേ മൗലവിയും പറഞ്ഞു, മദീനത്തെ റസൂലുള്ളാഹിന്റെ ജാറും ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പൊളിക്കേണ്ടതാണ്. എന്നാ പിന്നെ ഇനി മൗലവിനെ നമ്മളെ നന്നായിട്ടൊന്ന് ബഹുമാനിച്ചറിയാം. എങ്ങനെ മൂപ്പര് താമസിക്കുന്ന വീട് പോയി പൊളിച്ചറിയാം, ഞങ്ങൾ ബഹുമാനിച്ചതാണ് കേട്ടോ. അല്ല മൗലവി, മുസ്ലിമിന്റെ ഖബറ് അത് ബൈത്തുൽ മുസ്ലിമിൽ മയ്യിത്തി, മരിച്ച മുസ്ലിമിന്റെ വീടാണെന്ന് നിങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടില്ലേ? ആ വീട് പൊളിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇത് ബഹുമാനമാണോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വല്ലാത്ത ബഹുമാനല്ലേ ഇവർക്ക് റസൂലുള്ളാഹിനോട്. ഓ മുജാഹിദ്, നിങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കത്തവരാണ്, തെറ്റിദ്ധരിപ്പിക്കാണ് നാം മൂപ്പർ പറയുന്നത്. ഞാൻ നേരിട്ട് കേട്ടോ. വേറൊരു മൗലവിന്റെ പ്രസംഗം എന്താ മൗലവി പറയുന്നത്? 40 വയസ്സാകുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ഒരു സാധാരണ അറബി പയ്യൻ, ആരെപ്പറ്റി? മുഹമ്മദ് റസൂലുള്ളാഹി. 40 വയസ്സ് വരെ സാധാരണ അറബി പയ്യനാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്കാലത്ത് നടന്നു പോകുമ്പോ കരിങ്കല്ല് സലാം പറയുന്നു. കരിങ്കല്ല് സലാം പറയുന്നു. നിങ്ങൾ ആദ്യം ഇവരെ നേതാവ് പറയുന്നത് കേട്ട്. ഏത് നേതാവ്? ക്രിസ്ത്യാനികളോട്, അതേ മറ്റ് മതക്കാരോട് സ്നേഹ സംവാദം എന്ന പേരിൽ ഇസ്ലാം മതത്തിനെ പറ്റി ഒരു ചുക്കും പഠിക്കാതെ സംവാദത്തിന് പോകുന്ന ഒരു അക്ബർ മൗലവിയില്ലേ, ആ എം അക്ബർ റസൂലുള്ളാഹിനെ നിന്ദിച്ച് സംസാരിക്കുന്നത് കേട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണ് പോൽ. ഇതാണോ മൗലവി നിങ്ങളെ ബഹുമാനം? എന്നാൽ ഞങ്ങൾ സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇന്നി ലാ അരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ. ഞാൻ 40 വയസ്സായി നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ നടന്നു പോകുമ്പോ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. ആ കല്ലിനെ എനിക്ക് ഇപ്പോഴും അറിയാം. കരിങ്കല്ലിനറിയാം ഇത് സാധാരണ അറബി പയ്യനല്ല, ഇത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കരിങ്കല്ലിന്റെ വിവരം പോലും ഈ മൗലവിമാർക്ക് ഇല്ലാതെ പോയല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ മൗലവി ഇടയ്ക്ക് ചോദിച്ചത് നമുക്ക് ബുദ്ധിയില്ലേ? കരിങ്കല്ലിന്റെ ബുദ്ധി പോലും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റി 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനെന്ന് പറയൂല. കരിങ്കല്ലിന്റെ ബുദ്ധി പോലും ഇല്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ മൗലവിമാര് പറയുന്നതല്ല. ഒരു മൗലവി പറയുന്നത് ഖുറൈശി തറവാട്ടിന് ഒരു ബഹുമാനമില്ല. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ബഹുമാനമുള്ള തറവാട്ടിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി
അതാണ് ഖുറൈശി തറവാട്. ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഏറ്റവും ഉത്തമരിൽ ഉത്തമരിലായാണ് ഞാൻ ജനിച്ചത് റസൂൽ പറയുന്നത്. ബുഖാരി മറിച്ചു നോക്കിയാൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അബൂ സുഫിയാനോട് ഹിറക്കലിന്റെ ചോദ്യം, കൈഫന സമൂഹിക്കും ആ മുഹമ്മദ് നബിയുടെ തറവാടെങ്കിൽ അതാ ബുഖാരിയിലെ ഹദീസ്. അതേ എന്താ പറഞ്ഞത്? ഞങ്ങളിലെ ഏറ്റവും വലിയ തറവാട്ടുകാരനാണ്, ഖുറൈശിക്കാരനാണ് മുഹമ്മദ് നബി. അത് ബുഖാരിയിലുള്ള ഹദീസ്. മൗലവി പറയുന്നത് വേറൊരു വാടി പറയുന്നത് കേട്ടോളി, ഖുറൈശി തറവാട്ടിൽ ഒരു ബഹുമാനമില്ലാതെ റസൂൽ മദ്യൂരും. ഖുറൈശി തറവാട്ടിൽ ജനിച്ചിട്ട് ആ ഖുറൈശി തറവാട്ടിന് ഒരു പ്രാധാന്യമില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി ഇപ്പോഴും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്, മുജാഹിദും പറയുന്നു ഓലിന തറവാട്ടുകാരാണ്. പിന്നെ എന്ത് മുജാഹിദ? അപ്പോ ഖുറൈശി ഒറിജിനൽ മുജാഹിദാണെങ്കിൽ എന്ത് പറയണോ? ഖുറൈശി തറവാട്ടിൽ ബഹുമാനില്ല എന്ന് പറയോ? നാട് മുസ്ലിമാണോ? ഖുറൈശൻ, ഖുറൈശികളെ നിങ്ങൾ ബുദ്ധിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലൈമ്മത്തു മിൻ ഖുറൈശ് ഭരണത്തിൽ വന്നത് തന്നെ എങ്ങനെയാ? ഖുറൈശികളിൽ നിന്നാണ് ഭരണാധികാരികൾ വേണ്ടത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ വിഷയം പറഞ്ഞിട്ടല്ലേ ഭരണം ഏറ്റെടുത്തത് തന്നെ. അപ്പൊ ഖുറൈശി തറവാട്ടിന് ബഹുമാനമില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചു എന്ന് പച്ചക്കള്ളം മൗലവി പറഞ്ഞത് കേട്ടോ. റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം, ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം, ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനം? അല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിമീങ്ങളെ? ഇവര് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തുന്നില്ല. പോയി നമ്മൾ തെറ്റിദ്ധരിപ്പിക്കണാണോ ഓരോ മൗലവിന്റെയും നാവെന്ന് കേട്ടോ? വേറൊരു മൗലവി പറഞ്ഞു റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടും തറവാട് പറഞ്ഞിട്ടും മതിയായില്ല. ഒരു മൗലവി പറഞ്ഞു റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും നരകത്തിൽ. മുശ്രിക്ക്. നിങ്ങൾ ആലോചിക്കും, എന്തിനാണിത്? യുക്തിവാദികൾ, ഈശ്വരവാദികൾ, റസൂലുള്ളാഹിന്റെ വിരോധികൾ, സിയോണിസ്റ്റുകൾ, അങ്ങനെ യഹൂദികൾ, അവരെ കൈയടി വാങ്ങാൻ എന്തിന്? ആ യഹൂദികളെ കൈയടി കിട്ടു, ചിലപ്പോ കേസും കിട്ടുന്നുണ്ടോ അറിയാം. എന്താണ് യഹൂദികൾ പറയും? കണ്ടില്ലേ നിങ്ങളെ മുഹമ്മദ് നബിയുടെ അപ്പയും ഞങ്ങളോട് നരകത്തിലാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങളത് മേടിക്കാനാ എന്ന് പറയിപ്പിക്കാൻ ദീനിന്റെ വിരോധികൾക്ക് വേണ്ടി അച്ചാരം വാങ്ങി പറയുന്നത് കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഏറ്റവും മുനാഫിക്കുകളെ ലക്ഷണം ഖുർആനിൽ ഒഴിയില്ലേ? റസൂലുള്ളാഹിക്ക് മനക്ലേശം ഉണ്ടാക്കുന്നവര്, റസൂലുള്ളാഹിന്റെ ബാപ്പയും നരകത്തിലാണെന്ന് പറയുന്നവര് കേട്ടോളൂ. നബിയുടെ ഉമ്മ മുശ്രിക്കത്താണ്. അപ്പോ റസൂലുള്ളാഹിന്റെ ബാപ്പാക്ക് ഉമ്മാക്ക് പോലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. കാര്യമായിട്ട് സ്വർഗം കിട്ടുന്ന ഒരാള്. എന്നാ സഹോദരന്മാരെ നിങ്ങൾക്ക് കേൾക്കണോ? റസൂലുള്ളാഹിന്റെ ഉമ്മ മുശ്രിക്കത്താണ്, റസൂലുള്ളാഹിന്റെ ബാപ്പ കാഫിറാണെന്ന് വരെ ഇവര് പറഞ്ഞു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഇമാമിയങ്ങള് കിതാബ് രചിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പയും വിജയിച്ചവരാണ്. അത് പറയാൻ വേണ്ടി കിതാബ് രചിക്കുക. എന്താ ഇമാമിയക്ക് തെളിവ്? ഖുർആനാണ്. ആരാണോ ഇവിടെ ഖുർആൻ പറയുന്നത്? ഇവിടെ ഖുർആൻ ആരാ പറയുന്നത്? സുന്നികളല്ലേ. ഖുർആൻ തെളിവ് സുന്നികൾക്കല്ലേ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖുർആൻ ഉദ്ധരിക്കുന്നത്, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖുർആൻ ഉദ്ധരിക്കുന്നത്, എല്ലാ ഇമാമികളും ഖുർആൻ ഉദ്ധരിക്കുന്നത് എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും വിജയിച്ചവരാണ്. എവിടെയാ ഖുർആനിലുള്ളത്? അല്ലാഹു പറയുന്നു വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. അല്ലാഹു പറയാണ് റസൂലിനെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് പ്രബോധനം കേട്ടാത്ത ജനങ്ങൾ അവരെ നമ്മൾ ശിക്ഷിക്കൂല നബിയെ. 40-ാമത്തെ വയസ്സിലാണ് റസൂലുള്ള നബിയായി വരുന്നത്. റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും അപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുട്ടിക്കാലത്ത് ഉമ്മ മരണപ്പെട്ടു പോയി, അതിന്റെയും മുമ്പ് ബാപ്പയും മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന് അവർ ഹാജരില്ല. അത്തരം കക്ഷികൾ അല്ലാഹു ശിക്ഷിക്കൂല എന്നുള്ള ഖുർആനിൽ പറയുന്നത്. ഈ ഖുർആനിലെ ആയത്ത് മുജാഹിദ് മൗലവിമാര് സ്വീകരിക്കാൻ തയ്യാറില്ല. കാരണം റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തണം, റസൂലുള്ളാഹിന്റെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കണം, മുസ്ലിം സമുദായത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കണം. അതിനവര് പറയുന്നത് റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ്. ഖുർആൻ തള്ളുന്നത് ആരാണ്? മുസ്ലിമേ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലത്തെ ഇമാമികൾ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോ ഖുർആൻ സ്വീകരിക്കാൻ മുജാഹിദ് തയ്യാറില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ മൗലവി പറയുന്നത്
എന്താ പറയുക? നിങ്ങളൊക്കെ കേട്ടോളി. ഖുൽ കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കാഫിർ എന്ന് പറഞ്ഞാരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്നിരിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവരായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ? കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയുന്നത് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അതേ അത് കാഫറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫറാവില്ല. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫറായി തീരുക. മനസ്സിലായോ? 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 അപ്പൊ എന്താണ് മുജാഹിദ്? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ചു. എല്ലാ പള്ളിയിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇതെത്തിയിട്ടില്ലാന്നോ? ഇതെത്തിയിട്ടില്ലാന്നോ? എല്ലാ പള്ളിയിലും ഉറക്കം മറ്റും പറ്റി വിളിച്ചിട്ട് എന്നിട്ട് എത്താത്തത് കൊണ്ട് അവരാരും അങ്ങനെയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ഈ കക്ഷികളെ സ്വഭാവം? എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? റസൂലുള്ളാഹിനുള്ള വിരോധം തീർക്കുന്ന കേട്ടോളി. ഇവര് പറയുന്നേ പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളൊന്നും തങ്ങളല്ല എന്ന് റസൂലുള്ളാഹിന്റെ കുടുംബത്തിലാണോ? എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? റസൂലുള്ളാഹിന്റെ മക്കൾ എന്തെങ്കിലും ഒന്ന് പറയുന്നേ. അതുപോലെ പറയുന്നത് കേട്ടോളി. അപ്പൊ മുട്ടാൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. അപ്പൊ മുട്ടാൻ പറ്റിയ കൈ തങ്ങന്മാരെ കൈയല്ല, അത് ഹറാമിന്റെ കയ്യാ. തങ്ങളെല്ലാം തന്നെ കൂടെ കേൾപ്പിച്ചോട്ടെ. പാണക്കാട് തങ്ങൾ തങ്ങളല്ല, ഖലീൽ തങ്ങൾ തങ്ങളല്ല, പിന്നെ ആരാ തങ്ങൾ? ഞാൻ പിന്നെ കേൾപ്പിച്ചു. തങ്ങളുടെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ ഇങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. അപ്പോ പാണക്കാട് തങ്ങളും തങ്ങളല്ല, ഖലീൽ തങ്ങളും തങ്ങളല്ല, അവർക്കൊന്നും ഒരു ബന്ധവും നബിയായിട്ടില്ല. ആരാ തങ്ങൾ എന്നൊന്ന് കേൾപ്പിച്ചോട്ടാവനെ? ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുട്ടി അദ്വാനിയും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. ഓ തേവരക്കരയിലുള്ള ഉമ്മമാരെ, മുജാഹിദിന്റെ തങ്ങന്മാരെ കേട്ടില്ലേ? ഞാനില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. LK അദ്വാനി തങ്ങളാണ് പോൽ, കല്യാണിക്കുട്ടി തങ്ങളാണ് പോൽ. ഞാൻ ചോദിക്കട്ടെ മുസ്ലിമേ, ഇതെന്തിനാണ് ഇവരിങ്ങനത്തെ തോന്നിവാസം പറയുന്നത്? എന്തിനാണ് പാണക്കങ്ങളുടെ തങ്ങളല്ലെന്ന് പറഞ്ഞത്? എന്തിനാണ് ഖലീൽ തങ്ങളല്ലെന്ന് പറഞ്ഞത്? എന്തിനാണ് അദ്വാനി തങ്ങളാണെന്ന് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ പറ്റി അയാൾ നമ്പൂതിരിയാണ്, ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുവോ? ഇതുപോലെ അദ്വാനി തങ്ങൾ തന്നെ അദ്വാനി ഇഷ്ടപ്പെടുവോ? കല്യാണിക്കുട്ടി ഇഷ്ടപ്പെടുവോ? അതെ, അയാൾ പറഞ്ഞ കക്ഷികളൊക്കെ തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? അപ്പൊ മറ്റ് സമുദായത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ച് തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രകോപിപ്പിക്കേണ്ടതുണ്ടോ? ചോദിക്കട്ടെ, ഈ പ്രസംഗിച്ച മൗലവി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ മൗലവി ഇഷ്ടപ്പെടുമോ? ഇതുപോലെ തന്നെ അദ്വാനി തങ്ങളാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്താണ്? മുസ്ലിമീങ്ങളെ, അദ്വാനി തങ്ങളാണ് പോൽ, പാണക്കാട് തങ്ങളല്ല പോൽ, ഖലീൽ തങ്ങളല്ല പോൽ. ഇവർക്ക് കുഴപ്പമുണ്ടോന്നോ ഇല്ലാന്നോ? എന്താ മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണോ? ഇവരെ നാവ് കൊണ്ട് നിങ്ങൾ നേരിൽ തന്നെ കേൾക്കുന്ന വാചകങ്ങളല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? തീർന്നില്ല. റസൂലുള്ളാഹിന്റെ പതിവ് അറിയാൻ പാടില്ല എന്ന് മുജാഹിദീങ്ങൾ പറയുന്നു. തെറ്റിദ്ധരിച്ച് ശൂന ദേവരക്കരെ നമ്മളെ മുത്തുമാണിക്കക്കല്ല് പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ഞാൻ മുത്തുമാണിക്കക്കല്ല് എന്ന് പറഞ്ഞ് വെറുപ്പിടിക്കരുത്. കാരണം നാദാവസ്ഥന്ന് അയാൾ പ്രസംഗത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയും മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് നബി എന്ന് പറയും. അപ്പൊ അയാളെ ബഹുമാനിച്ചിട്ടാ ഞാൻ മുത്തുമാണിക്കക്കല്ല് എന്ന് പറയുന്നത്. അയാൾ കൂട്ടിക്കോട്ടെ, ഇരിക്കട്ടെ സഹോദരന്മാരെ. നമ്മളെ മുത്തുമാണിക്കക്കല്ല് പറയാന് എന്താ പറയുന്നതെന്നറിയോ? മുത്തുമാണിക്കക്കല്ല്
മൂപ്പര് പറയുന്നത് ഇതാ നമ്മളും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പാടില്ല, ഈ മദ്ഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞു എന്നാണ് മുസ്ലിംമാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേവലക്കര എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് റസൂലുള്ളാഹിന്റെ മദ്ഹിനെ പറ്റി മൗലവിമാര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. വീട്ടിലെ അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിലില്ല, വാദപ്രയോഗത്തിന് വെല്ലുവിളിക്കാൻ തയ്യാറെന്നാ പറയും. ഞാനിപ്പോ തന്നെ റെഡിയാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് തന്നെയല്ലേ ഖുർആൻ. അത് ഓടിത്തന്ന നബിക്ക് അവിടുത്തെ മദ്ഹ് പറയേണ്ടതുണ്ടോ? ഇനി ചോദിക്കട്ടെ, നിങ്ങൾ ഖുർആനൊന്ന് പഠിക്കൂ. സൂറത്ത് ഇബ്രാഹിം നബിയുടെ മദ്ഹല്ലേ? സൂറത്ത് നൂഹ് നബിയുടെ മദ്ഹല്ലേ? സൂറത്ത് ലുഖ്മാൻ റളിയല്ലാഹുവിന്റെ മദ്ഹല്ലേ? സൂറത്ത് മറിയം ബീവിന്റെ മദ്ഹല്ലേ? എന്നാ മുസ്ലിമേ, സൂറത്ത് യൂനുസ് നബിയുടെ മദ്ഹല്ലേ? എന്നാൽ അവിടെ എല്ലാം റസൂലുള്ളാഹിന്റെ മദ്ഹില്ലേ? എന്നാൽ അവിടുന്നൊക്കെ പോയിട്ട് സൂറത്ത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ മദ്ഹ് പറയാൻ സൂറത്തില്ലേ? എന്നാൽ പരിശുദ്ധ ഖുർആനിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹല്ലേ? എന്നിട്ട് ഖുർആൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് പരസ്യമായി മുജാഹിദിന്റെ മൗലവിമാര് പ്രസംഗിക്കുന്നതല്ലേ നിങ്ങൾ കേട്ടത്? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് മുജാഹിദീങ്ങൾ അത് പറയേണ്ടതില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറുതെ ആരോപണം പറഞ്ഞതാണെന്ന് നമ്മളെ മൗലവി സലഫി വന്നിട്ട് ഇവിടെ വെച്ച് തേവലക്കര വെച്ച് ഞങ്ങളെ പേരിൽ ആരോപണം തട്ടിവിട്ടതല്ലേ? നിങ്ങളാളുകൾ നാവുകൊണ്ടിന് പറഞ്ഞതല്ലേ? ഇതാ ഞാൻ സൂറത്ത് തൗബയിൽ ആദ്യം ഓടി കൽപ്പിച്ചത്. നാവുകൊണ്ട് കുഫറിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് കണ്ടുപിടിക്കുമ്പോ അത് ജനങ്ങളെ മുമ്പിലെത്തുമ്പോ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുക, ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനിയും കേൾക്കണോ? തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവരെ മൗലവിമാര് പരിഹസിക്കുന്നത് കേട്ടോ. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ പരിഹസിക്കുന്നത് കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇയാളെയൊക്കെ മരണം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. മൗലവിയല്ലേ, മുജാഹിദ് മൗലവിയല്ലേ എന്ന് സ്വീകരിക്കാൻ കഴിയോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി അല്ലാഹുവിന്റെ റസൂലിനെ വർഗം എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് ആലപ്പുഴയെന്നല്ലേ? ഒരു പെരുന്നാളിന്റെ സായാഹ്നത്തിലല്ലേ? ഞാനത് ക്ലിപ്പ് വെച്ചിട്ട് വാഴവേലും നാദാപുരത്തുമൊക്കെ പ്രസംഗിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് ഇന്ന് വരെ മൗലവി ക്ഷാമ എന്ന് പറയാതെ ഒളിച്ചോടുകയല്ലേ? എന്റെ സംഗതി അറിയോ നിങ്ങള്? അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പലരുടെയും ഖബറ് മിനയിലെ മസ്ജിദുൽ ഖൈബ് എന്ന പള്ളിയിലുണ്ട്. ഒരുപാട് അമ്പിയാക്കളെ ഖബറ് കഅബത്തിന്റെ സമീപത്തുണ്ട്. സഹോദരന്മാരെ, കഅബ തവാഫ് ചെയ്യുമ്പോ ഇബ്രാഹിം നബി അനുസ്മരിക്കാതെ നിർവാഹമുണ്ടോ? ഇസ്മായിൽ നബി ഓർക്കാതെ പറ്റുമോ? ഹജറുൽ അസ്വദ് ചൂണ്ടിക്കുമ്പോ അതെ ആ ഹജറുൽ അസ്വദ് എടുത്തു വെച്ച നബിതങ്ങളെ ഓർമ്മ വരാതിരിക്കുമോ? ചോദിക്കട്ടെ, സ്വന്തം വെള്ളം കുടിക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജർ ബീവിയെയും ഇബ്രാഹിം നബിയും ഓർമ്മിക്കാതിരിക്കുമോ? ആകയാൽ കൊല്ലത്തിലൊരു പ്രാവശ്യം നേർച്ച ചെയ്തിട്ടോ ചെയ്യാതെയോ ഹജ്ജിന് പോകുന്ന ജനങ്ങൾ കഅബത്തിന്റെ സമീപത്ത് ചെന്ന് കഅബ തവാഫ് ചെയ്യുമ്പോ ഇബ്രാഹിം നബിയെ സ്മരിക്കുന്നില്ലേ? അതേ ഇസ്മായിൽ നബിയെ സ്മരിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഹാജർ ബീവിയെ സ്മരിക്കുന്നില്ലേ? സഫാ മർവയുടെ ഇടയ്ക്ക് പുരുഷന്മാരോ അതാ സ്പീഡിൽ തന്നെ പോകുമ്പോ അവിടെ ഹാജർ ബീവിയുടെ ഓർമ്മിക്കുന്നില്ലേ? മുസ്ലിമീങ്ങളെ, മിനയിൽ പോയി നിൽക്കുമ്പോ മിനയിലെ പ്രധാനപ്പെട്ട പള്ളിയാ
മഹത്തായ മസ്ജിദുൽ ഖൈബിൽ എത്രയോ 70ഓളം നബിമാര് കിടക്കുന്നുണ്ടെന്ന വിവരം മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആകയാൽ കഅബ ശരീഫിനടുക്കൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യുമ്പോ 4000 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹാന്മാരെ സ്മരിക്കൽ അതിന്റെ പിന്നില്ലേ? അത് കൊല്ലത്തിൽ നടക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കണം, അതേ ആണ്ടിലൊരിക്കൽ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന പരിപാടിക്ക് ചിലർ ആണ്ട് എന്ന് പറയും, ചിലർ ഉറൂസ് എന്ന് പറയും. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആണ്ടിന് പോത്തിനെ അറുക്കും, ആണ്ടിനെ കുട്ടനെ അറുക്കും, എന്നിട്ട് അതിന്റെ മാസം മോമിനികൾക്ക് വിതരണം ചെയ്യും. മുജാഹിദിന്റെ പള്ളി മുറ്റത്ത് അതാ ദുൽഹജ്ജ് 10, 11, 12, 13 അറുക്കാൻ ചില പോത്തുകളെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. ഈ പോത്തുകൾ കൊണ്ടോ ഞങ്ങളെ എന്തിന് കെട്ടിയെന്നറിയുന്നു? എന്തിനാണ് പോത്തിനെ കെട്ടിയത്? നമ്മൾ പോത്താകാൻ പറ്റുമോ? എന്തിനാ കെട്ടിയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ പുതുക്കി. മുമ്പെങ്ങാനും മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബിയുടെ സ്മരണക്കായി അതാ പോത്തിനെ അറുത്തിട്ട് ഭൂമികൾക്ക് വിതരണം ചെയ്യാനല്ലേ, ഭക്ഷണം വിതരണം ചെയ്യാനല്ലേ, അത് ഇബ്രാഹിം നബിയുടെ സ്മരണ പുതുക്കാനല്ലേ അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഓർത്തോളണം മുസ്ലിമേ, ഉളുഹിയ്യത്ത് എന്നൊരു കർമ്മമുണ്ടെങ്കിൽ അത് 4 ദിവസം തുടർച്ചയായി നടക്കുന്നുണ്ടെങ്കിൽ കൊല്ലത്തിലൊരു പ്രാവശ്യം ഇബ്രാഹിം നബിയെ സ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യാനാണത്. ഇസ്മായിൽ നബിയെ സ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യാനാണത്. അതിനല്ലേ ആണ്ടെന്ന് പറയാറുള്ളത്. എന്നാൽ ആണ്ട് എന്ന് പറഞ്ഞാൽ മൗലവിന്റെ വകയിൽ കുറെ വിശദീകരണം. ഖബർ തൊടലാണ്, മണക്കലാണ്, ഖബറിന് സുജൂദ് ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ വിശദീകരണം. എന്നിട്ടോ ഭീമാപള്ളിയിൽ നടക്കുന്ന തോന്നിവാസങ്ങള്, അതുപോലെ ചില മഖബറുകളിൽ നടക്കുന്ന തോന്നിവാസങ്ങള്, അതൊക്കെയും ഉറൂസാണ്, ആണ്ടാണെന്ന് പറഞ്ഞ് അതാ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പറയട്ടെ, നാടകം കളിക്കുന്നവന്റെ നാടകം ഞങ്ങളെ ഉറൂസല്ല, സിനിമാനടന്റെ പ്രദർശനം ഞങ്ങളെ ആണ്ടല്ല. ഞങ്ങളാണ്ട് ഖുർആനോദലാണ്, ദിക്ർ ചൊല്ലലാണ്, അല്ലാഹുവോട് പ്രാർത്ഥിക്കലാണ്. ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ്, ഞങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കലാണ്. അവിടെ വെച്ച് ഖുർആനോദലാണ്, അവിടെ വെച്ച് ഞങ്ങൾക്കും പ്രാർത്ഥിക്കുന്നു, കിടക്കുന്ന മഹാന്മാർക്കും പ്രാർത്ഥിക്കുന്നു. അതല്ലേ ഞങ്ങളാണ്ട്. ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു, ഞങ്ങൾ ഖുർആനോദുന്നു, ഞങ്ങൾ സലാം പറയുന്നു. ആ ആണ്ടെന്ന് പറയുന്നത് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന സൽക്കർമ്മങ്ങളല്ലേ. എന്നാൽ ഹജ്ജും ഉംറയും എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിലും മുമ്പെങ്ങാനും വഫാത്തായി പോയ മഹാന്മാരെ അനുസ്മരിക്കുന്ന പരിപാടികളല്ലേ ഓ മുസ്ലിമേ. എന്നാൽ ഇവിടെ വെച്ച് മൗലവി നമ്മളെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മൗലവിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? മൗലവി ചോദിച്ചത് അള്ളാന്റെ പൊരുത്തത്തിനല്ലേ കഅബത്തിന്റെ അടുക്കൽ പോയി ഹജ്ജ് ചെയ്യുന്നത്? ഇബ്രാഹിം നബിന്റെ പൊരുത്തത്തിനാണോ? മൗലവിന്റെ ചോദ്യമാണ്. മൗലവി, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, നിങ്ങൾ എന്തിന് മക്കത്ത് പോകുന്നു ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ മക്കയിൽ പോകുന്ന അള്ളാന്റെ പൊരുത്തത്തിനാണ്. അള്ളാന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണം, ഇബ്രാഹിം നബിയുടെ പൊരുത്തം വേണം, എല്ലാ മഹാന്മാരുടെ പൊരുത്തവും വേണം. ഇല്ലെങ്കിൽ അള്ളാന്റെ പൊരുത്തമില്ല കേട്ടോ. നിങ്ങൾ അള്ളാന്റെ പൊരുത്തമേ കരുതൂ അല്ലേ? അതാ മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞ സ്ഥലത്ത് തൗബാ സൂറത്തിൽ അല്ലാഹ് പറഞ്ഞത് വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. അള്ളാന്റെ പൊരുത്തവും വേണം, റസൂലിന്റെ പൊരുത്തവും വേണം. ഞങ്ങൾ അള്ളാന്റെ പൊരുത്തവും കരുതുന്നു, റസൂലുള്ളാഹിന്റെ പൊരുത്തവും കരുതുന്നു, റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബിയുടെ പൊരുത്തവും കരുതുന്നു. റസൂലുള്ളാഹിന്റെ പൊരുത്തം കരുതിയാൽ ശിർക്കാണല്ലേ, ഇബ്രാഹിം നബിയുടെ പൊരുത്തം കരുതിയാൽ ശിർക്കാണല്ലേ. ഈ മതം എവിടുന്ന് കിട്ടി മൗലവി? ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന മതമല്ല കേട്ടോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബിയുടെയും ഹാജർ ബീവിയുടെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും സർവ്വ മഹാന്മാരുടെയും പൊരുത്തം ഞങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ ആഗ്രഹിക്കുന്നു. അതിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ ചെന്നാൽ
ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം എന്താ മൗലവിന്റെ ചോദ്യം എന്നറിയോ? മുസ്ലിമീങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മൗലവിന്റെ ചോദ്യം അവിടെ ഖബറുണ്ടോ, അവിടെ ഖബറുണ്ടോ, ഹജ്ജിന് പോകുന്ന സ്ഥലത്ത് ഖബറുണ്ടോ? ഇവിടുന്ന് ചോദിച്ച ചോദ്യമാണൊന്ന്. വേറൊരു ചോദ്യം എന്താണ് ഞാൻ പറയാം. പറയാണ് ഹജ്ജിന് പോകുന്നത് അള്ളാന്റെ പൊരുത്തത്തിനല്ലേ, അതുകൊണ്ട് അവിടെ പോയിട്ട് തൊട്ട് മടക്കുന്നുണ്ടോ, ഖബറ് തൊട്ട് മടക്കുന്നുണ്ടോ? ഖബറ് തൊട്ട് മടക്കണോന്ന്, ചില ഖബറ് ചുംബിക്കണോ, ഖബറ് പൊത്തുന്നുണ്ടോ എന്ന് ചോദ്യം. കാന്തപുരസ്താദിയ ബുക്കിന്റെ അല്ലാതെ അതിന് പറഞ്ഞിട്ടുണ്ട് ഖബറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പോയിട്ട് അത് മൊത്തണ്ടാറ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ പുസ്തകത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൊത്തണ്ടാറ്. പിന്നെ ഞങ്ങളോട് ചോദിക്കണം. എന്നാ പിന്നെ അപ്പുറം ഇപ്പുറം പറ. എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ഉണ്ട്. അള്ളാന്റെ വൃത്തത്തിന് പോകുന്നുണ്ട്, മൊത്തുന്നുണ്ടോ? ഇല്ലേ? മൊത്തുന്നില്ലേ? മൊത്തുന്നില്ലേ? ഇല്ലേ? എന്തിനാ മൊത്തുന്നത്? കല്ലിനെ, കബറുമല്ല കല്ലിനെ മൊത്തുന്നുണ്ട്. ഇല്ലേ? ഇല്ലേ? മൗലവിന്റെ വിചാരിച്ച് കാബത്തിന്റെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അള്ളാനെ പിടിച്ച് മൊത്തലാണ്. അള്ളാനെ മൊത്തലാ മൗലവികൾ. അവിടെ ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ മൊത്തുന്നില്ലേ? കഅബ ശരീഫ് ചുറ്റുന്നില്ലേ? ആ കഅബ ശരീഫ് എന്താ മൗലവി? കല്ലല്ലേ? ആ ഹജറുൽ അസ്വദ് കല്ലല്ലേ? അതിന്റെ ബഹുമാനം എന്താണെന്നറിയോ? അതാ ഇബ്രാഹിം നബി ഉയർത്തിയ ആ കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്തിയത് ഇബ്രാഹിം നബിയല്ലേ? അപ്പൊ ഇബ്രാഹിം നബിയുടെ കൈ കൊണ്ടെടുത്തു വെച്ച കല്ല്, ആ കല്ലുകൊണ്ടുള്ള ബിൽഡിംഗ് ചുറ്റുന്നു. അവിടെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തു വെച്ച കല്ല്, റസൂലുള്ള പിന്നെ എടുത്തു വെച്ച കല്ല്, അത് മുസ്ലിമീങ്ങൾ മൊത്തുന്നു. ഓ മൗലവി, അള്ളാനെ മൊത്തലാണോ കഅബയില്? നിങ്ങൾക്ക് കഅബ അറിയില്ലേ? ഹജറുൽ അസ്വദ് അറിയില്ലേ? നിങ്ങൾക്ക് ഹജ്ജ് അറിയില്ലേ? നിങ്ങൾ എവിടെയാ എത്തിയത്? ഇനിയും ചോദിക്കട്ടെ. ഇബ്രാഹിം മുസല്ല. ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടോ മൗലവി? ഇല്ലേ സലഫി? പറയൂ, എന്താണെന്ന് പറയുന്നത്? ഇബ്രാഹിം നബിയുടെ കാലെടുത്ത് വെച്ച സ്ഥലമാണ് മഖാമു ഇബ്രാഹിം. അവിടുന്ന് നിസ്കരിക്കൂ. ഇബ്രാഹിം നബിയെ സ്മരിച്ചുകൊണ്ട് അവിടെ നിസ്കാരം വരെ അല്ലാഹ് കൽപ്പിച്ചില്ലേ? അത് ഖുർആനിലില്ലേ? ആകയാൽ കഅബയുടെ അടുക്കൽ തെറ്റ് ചെയ്യുന്ന ഹജ്ജും ഉംറയും അടങ്ങുന്ന പ്രവർത്തനം ഇബ്രാഹിം നബിയുടെ സ്മരണ അതിൽ നിറഞ്ഞു കിടക്കുന്നില്ലേ? ഇസ്മായിൽ നബിയുടെ സ്മരണ നിറഞ്ഞു കിടക്കുന്നില്ലേ? ഇത് ഞാനങ്ങ് ചൂണ്ടിക്കാണിച്ചപ്പോ മൗലവി അതാ ജനങ്ങളോട് പറയുന്നത്, ആലപ്പുഴ എന്ന് പറയുന്നത് മസ്ജിദുൽ ഖൈഫിൽ ഖബറുണ്ടെന്നാണ് ഈ വർഗം പഠിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, അത് പേരോട് പറഞ്ഞതല്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. മൗലവി ഹുസൈൻ സലഫി വർഗമെന്ന് വിളിച്ചത് റസൂലുള്ളാഹിയാണ്. അത് നിങ്ങളൊന്നയാളെ വാക്കിൽ നിന്ന് തന്നെ കേട്ടോ. അവിടെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം നബിമാരുടെ ഖബറുണ്ട് പോലും. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഖബറുണ്ട്. മസ്ജിദുൽ ഖൈഫിൽ 70ഓളം നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം വിളിച്ചത് ആരെയാ? മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുണ്ടെന്ന് പറഞ്ഞത് ആരാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ? അതിന്റെ റിപ്പോർട്ടർമാര് മുഴുവൻ യോഗ്യരാണെന്ന് അബ്ദുൽ ഹൈസമി തങ്ങൾ മജ്മുഉൽ സബായിലിൽ പറഞ്ഞില്ലേ? മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരെ ഖബറുണ്ട്. മിനയില പള്ളിയില കഅബത്തിന്റെ അടുക്കൽ അതാ എത്രയോ അമ്പിയാക്കളെ ഖബറുണ്ടെന്ന് സഹാബത്ത് പഠിപ്പിച്ചതല്ലേ? ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? ഇവര് ഷാർജയില റൂമിലിരുന്നിട്ട് ഔലിയാക്കളെ കാഫറാക്കിയ കിതാബ് അറിയോ? ഹദീസ് അറിയോ? ഇവർക്ക് വിവരം അറിയോ?
എന്നാൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്ന ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോ. മൗലവി അതാ ഇപ്പോഴും കുഴിയിൽ നിന്ന് കരകയറിയില്ലല്ലോ. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ പള്ളി ഒന്ന് മസ്ജിദുൽ ഹറാമല്ലേ, ഒന്ന് മസ്ജിദുൽ നബവിയല്ലേ? ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്. കഅബത്തിന്റെ സമീപത്ത് ആയിരക്കണക്കിന് അമ്പിയാക്കളെ ഖബറുണ്ടെന്ന്. അതാ മുജാഹിദേ, നിങ്ങളെ ഇസ്ലാഹി മാസിക വായിച്ചിട്ട് ഞാനിവിടുന്ന് പ്രസംഗിച്ചില്ലേ, അതിന്റെ പത്രാധിപരല്ലേ സെലഫി? ഞാനത് ചോദിച്ചിട്ട് നിങ്ങൾ കാമ എന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പത്രത്തിലല്ലേ ഉള്ളത് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കിന് നബിമാരെ ഖബറുണ്ടെന്ന്. നിങ്ങളതിനെ കുറിച്ച് ഒന്നും മിണ്ടാതെ പോയതെന്തേ സെലഫി? നിങ്ങളിവിടെ പ്രചരിപ്പിച്ച പത്രത്തിലല്ലേ അതുള്ളത്? ഓ മുസ്ലിമീങ്ങളെ, ഞാൻ കിതാബൊക്കെ ഉദ്ധരിച്ചാൽ ഇവർക്ക് പറ്റുമോ? ഇയാൾ ഈ സെലഫി പത്രാധിപ സമിതി, ഒന്നാമത്തെ പേര് സെലഫി ഹുസൈൻ സെലഫി, അയാളിറക്കുന്ന ഇസ്ലാഹി എന്റെ ഈ പെട്ടിയിലുണ്ട്. അത് വായിച്ച് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് ഖബറുണ്ട് കഅബത്തിന്റെ സമീപത്ത് അവരെന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്താണ് പഠിച്ചവനെ ഇവരെ കഥ? ഇതിലുണ്ട് ആർക്കും വേണമെന്ന്. എന്താ ഇതിന്റെ പത്രാധിപ സമിതിയിൽ ആരാ? ഒന്നാമത്തെ ഹുസൈൻ സെലഫി. ഇതിലെന്താ പറഞ്ഞത്? പത്രാധിപ സമിതി ഹുസൈൻ സെലഫി. രണ്ട് ഡോക്ടർ കെ സക്കരിയ സലാഹി, നല്ല ഡോക്ടറാ. അതിന്റെ കഥയൊന്നും പറയണ്ട. ഇതിലെന്താ ഉള്ളത്? ആയിരക്കണക്കിന് പ്രവാചകന്മാരും മഹത്തുക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന, പ്രത്യേകിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ റളിയല്ലാഹു അൻഹ, ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയവരെല്ലാം മറമാടപ്പെട്ട കഅബയുടെ പരിസരത്ത് ജനിച്ചു വളർന്ന് പ്രവാചകനായി പ്രബോധനം നടത്തിയ മുഹമ്മദ് നബി. അപ്പൊ ആരൊക്കെ ഖബറാ ഉള്ളത് കഅബയുടെ പരിസരത്ത്? ആദം നബിയുടെ ഖബറുണ്ട്, ഇസ്മായിൽ നബിയുടെ ഖബറുണ്ട്, ഹാജറ ബീവിന്റെ ഖബറുണ്ടെന്ന് പറഞ്ഞ വർഗമാരാണ്? ഹുസൈൻ സെലഫിയല്ലേ? നിങ്ങളെ പത്രത്തിലല്ലേ? ഇനി ഞാൻ നാദാപുരത്തുനിന്ന് ചോദിച്ചിട്ട് മൗലവിയെ 10 മാസത്തേക്ക് കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരെന്തിനാ മതം പറയാൻ നടക്കുന്നത്? ഇവർക്കെന്തേ പറ്റിപ്പോയത്? അല്ലാഹു ഇവരെ ഷർറിൽ നിന്ന് ഈ സമുദായത്തെ കാക്കട്ടെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? റസൂലുള്ള കുറ്റം ചെയ്യൂന്ന് പറഞ്ഞ് നിങ്ങളെ സെൽസബിയിൽ നിങ്ങളെ പുസ്തകം 1,03 പേജ് 33 എഴുതിയതല്ലേ? പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അല്ലാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെയേറെ വീഴ്ച വരുത്തിയവരാണെന്ന് സ്വയം സമ്മതിക്കുകയും മാപ്പിയായി പഠിച്ചവരോട് അപേക്ഷിക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ എഴുതിയതല്ലേ മുജാഹിദേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് കീഴ്പ്പെടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ഞങ്ങൾ നിങ്ങളെ പറ്റി ആരോപണം പറഞ്ഞതാണോ? നിങ്ങളെ സെൽസബീലിൽ ഉള്ളതല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തിയതല്ലേ? ഇനി മൂപ്പർ ഇവിടുന്ന് ചോദിച്ചെന്തറിയോ? റസൂലുള്ളാഹിന്റെ ജാറസിയാത്തിയ മദീനത്ത് വന്ന് ഇല്ലാതാക്കാൻ വേണ്ടി സേവലക്കരയിലെ മൂപ്പരെ ചോദ്യം, റസൂലുള്ള ഹജ്ജിന് മുമ്പ് ഏത് ജാറാ സിയാറത്ത് ചെയ്തത്? അത് വെച്ചുത്തവനെ സേവലക്കരയിലെ ചോദ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും സഹാബിമാരുമൊക്കെ ഹജ്ജിന് പോയപ്പോ ഏത് ജാറം സന്ദർശിച്ചുകൊണ്ടാ പോയത്? ഏത് ഖബർ സിയാറത്ത് ചെയ്തിട്ടാ അവരൊക്കെ ഹജ്ജിന് വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത്? നിങ്ങൾ നോക്കൂ, ഇത് ഞാൻ ആരോപണത്തേക്കാൾ ഇവിടുന്ന് കൊടുത്തേക്കും മദീനത്ത് പോയിട്ട് മക്കയിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? മദീനയില് നബി സല്ലല്ലാഹു അലൈഹി പച്ചപ്പും വെള്ള വലിയ ജാറുണ്ടല്ലോ, ഞാനത് ശരിക്കും എടുത്ത് നാദാവത്ത് സ്ക്രീനിൽ വെച്ച് കാണിച്ചെടുത്തപ്പോ അവരെ ചോദിച്ചാൽ മദീനത്തെ എവിടെയാ ജാറോ? അതിന് ഞാൻ മറുപടി വരെ നിങ്ങളോട് കേട്ടോളൂ. മദീനയിലൂടെ ആ മദീനയിൽ ജാറുണ്ടോ കേട്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, മദീനയിലൂടെ ആ ജാറും മദീനയിൽ ജാറുണ്ടോ? മുജാഹിദീങ്ങളോട്, മുജാഹിദീങ്ങളെ ഇല്ലേ മൗലവി? നോക്ക് നോക്ക് നോക്ക്, എവിടെ ജാറോന്നോ? നോക്ക് മൗലവി, നോക്ക് ജാറം, നോക്ക് പച്ചക്കുബ നോക്ക്. ഇനി മൗലവിന്റെ കഥ കേൾക്കണോ?
മൗലവി എന്നാ എന്റെ മുന്നിൽ സമ്മതിക്കുന്നത് കേട്ടോ ജാറാണ് ഇത് വെച്ചുകൊടുക്ക പോലെ. നിങ്ങൾ കാണിക്കുന്ന ഒരു ഖുബ്ബ ഞാൻ പറഞ്ഞില്ലേ അത് ആരുണ്ടാക്കിയതാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു കേട്ടോ. നിങ്ങൾ കാണിക്കുന്ന ഒരു ഖുബ്ബ അവിടെ അതാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ പേരാ മൗലവി ജാറം. ഇതിലേ ഇത്ര ഒരു എന്താണ് കണ്ണു ചിരി പറയാൻ അവിടെ എവിടെ ജാറോ? നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഇവിടെ വന്നിട്ട് പറഞ്ഞൊരു കഥ കേൾക്കണമെങ്കിൽ ഇവിടെ മറ്റു മുപ്പത് പറയാന് പറഞ്ഞിട്ടുണ്ട് സല്ലൂക്കമാറായിട്ട് മോനി ഉസല്ലി ഞാൻ നിസ്കരിക്കുന്ന കണ്ട പോലെ നിസ്കരിക്കണം. അത് ഞങ്ങളോടാ പറഞ്ഞ് നിങ്ങളെ പള്ളിയിൽ പോയിട്ട് പറ അറബിയിൽ കുത്തുപോയിട്ട് അറബിയിൽ നിസ്കരിക്കാൻ, അറബിയിൽ കുത്തുപോയിട്ട് അറബിയിൽ നിസ്കരിക്കാൻ പറ. അതാ ഇമാം നബവി റളിയല്ലാഹു പറഞ്ഞത്. അറബിയിൽ കുത്തുപോതി നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അതിനെന്താ തെളിവ് പറഞ്ഞത് ഇമാം നബവി? ഒരു തെളിവ് പറഞ്ഞു, രണ്ട് തെളിവ് പറഞ്ഞു. ഒന്ന് ഫർദായ ദിക്റാണ്, ഖുർആനും ഹദീസിലും ദിക്ർ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഫർദായ ദിക്ർ അത്തഹിയ്യാത്ത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഒക്കെ ഫർദായ ദിക്റാണ്. അതൊക്കെ അറബിയിലാണ് വരേണ്ടത്. അതുപോലെ അറബിയായിരിക്കണം. പിന്നെന്താ പറഞ്ഞ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞിട്ടും ഉണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ് സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി വകാന യഖ്തുബു ബിൽ അറബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലാണ് ഖുതുബ ഓതിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. അതുകൊണ്ട് അറബിയിൽ ഖുതുബ ഓതി നിസ്കരിച്ചാലേ റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെയുള്ള ജുമഅയാവൂ എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ എന്റെ മൗലവി വന്നിട്ട് നമ്മളോട് പ്രസംഗിക്കുക റസൂലുള്ളാഹി നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. നമ്മളാ ചെയ്യണ്ടേ? നമസ്കാരം നിർവഹിച്ച് കാണിച്ചു തന്നുകൊണ്ട് ലോകത്തോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ ഏത് രൂപത്തിൽ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിസ്കാരം നമ്മൾ കണ്ടുവോ? കണ്ടവരല്ലേ സഹാബത്ത്, ആ സഹാബത്തിനെ കണ്ടവരല്ലേ താബീങ്ങൾ, താബീങ്ങളെ കണ്ടവരല്ലേ താബീങ്ങൾ, അവരെ കണ്ടവരല്ലേ അടുത്ത തലമുറ. അങ്ങനെ ഇങ്ങനെ മഹാന്മാരായ വിശ്വസ്തരായ ആളുകളിലൂടെ നമുക്ക് നമസ്കാരം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എന്നാ മൗലവി നമുക്ക് മാത്രമല്ല മനസ്സിലാതെ എല്ലാ മുസ്ലിംകൾക്കും മനസ്സിലായിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ഒരു ഭാഷയിൽ കുത്തുപോതിയിട്ട് വേറൊരു ഭാഷയിൽ ജുമാ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച ഭാഷയിലേ കുത്തുപോതിയിട്ടുള്ളൂ, കുത്തുപോതിയ ഭാഷയിലേ നിസ്കരിച്ചിട്ടുള്ളൂ. കുത്തുബക്കൊരു ഭാഷ, നിസ്കാരത്തിന് വേറൊരു ഭാഷ. അള്ളാന്റെ റസൂല് ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല. 1300ഓളം കൊല്ലം ലോകത്ത് ജീവിച്ച ഒരൊറ്റ പണ്ഡിതനും ഒരു പള്ളിയിലും അറബിയല്ലാത്ത ഭാഷയിൽ കുതുപോതിയിട്ട് ജുമാ നിസ്കരിച്ചിട്ടില്ല. നിങ്ങളെ കാപ്പറ്റ്യത്തിന്റെ നാവുണ്ടല്ലോ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഹദീസ് ധരിച്ചിട്ട് സഹാബത്താ കണ്ടത്, അവര് നിസ്കരിച്ച പോലെയാ നിസ്കരിക്കേണ്ടത് എന്ന് പറയുകയും എന്നിട്ട് നിങ്ങൾ തന്നെ പച്ച മലയാളത്തിൽ കുതുപോതിയിട്ട് അറേബ്യയിൽ നിന്ന് ജുമാ നിസ്കരിക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ മാത്രമല്ല അറേബ്യൻ നാടായ ഷാർജയിൽ പോയിട്ട് മലയാളത്തിൽ കുതുപോതിയിട്ട് ശമ്പളം പറ്റുന്ന മൗലവിയല്ലേ? ചോദിക്കട്ടെ ഒരു ചോദ്യം കൂടി. ഞാൻ നാദാവത്ത് ചോദിച്ചിട്ട് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. എന്തായിരുന്നു ചോദ്യം എന്നറിയോ? റസൂലുള്ള ഇമാമത്ത് വന്നിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? സഹാബത്ത് ഇമാമത്ത് വന്നിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? കുതുബോധിയിട്ട് ശമ്പളം പറ്റിയിട്ടുണ്ടോ? ഓ മൗലവി, നിങ്ങൾ ശമ്പളം പറ്റുന്നുണ്ടല്ലോ, നിസ്കരിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പറ്റുമോ? അതെ, ബാങ്കൊട്ടിട്ട് ശമ്പളം വാങ്ങാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റും കേട്ടോ. നിങ്ങളെ കാര്യമാണ് ചോദിച്ചത്. കാരണം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് ചെയ്തതല്ലേ ചെയ്യാൻ പറ്റൂ. റസൂലും സഹാബത്തും ശമ്പളത്തിന് ഇമാമത്ത് വന്നിട്ടുണ്ടോ? ശമ്പളത്തിന് കൊതുപോതിയിട്ടുണ്ടോ? നിങ്ങൾ ശമ്പളത്തിന് കൊതുപോകുന്ന മൗലവിയല്ലേ? ഞങ്ങൾക്കോ? ഞങ്ങൾ ഖുർആൻ ഓതിയിട്ടും കിട്ടിയാ വാങ്ങും, ദിക്ർ ചൊല്ലിയിട്ട് കിട്ടിയാലും വാങ്ങും, ഞങ്ങൾക്ക് എപ്പം കിട്ടിയാലും വാങ്ങും. ഹലാലായ നിനക്ക് പൊരുത്തപ്പെട്ടിട്ട് ആര് തന്നാലും വാങ്ങും, പൊരുത്തപ്പെടാൻ ആര് തന്നാലും വാങ്ങൂല. അത് ഞങ്ങൾക്ക് അല്ലാഹ് ഹലാലാക്കിയതാണെന്ന് ഞങ്ങൾക്കതിന് തെളിവുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങളോടാ ചോദ്യം, നിങ്ങൾ നിസ്കരിച്ചിട്ട് പൈസ വാങ്ങുന്ന മൗലവിയല്ലേ? കുതുബോധിയിട്ട് അതാ ശമ്പളം വാങ്ങുന്ന മൗലവിയല്ലേ? അള്ളാന്റെ റസൂലും സഹാബത്തും ചെയ്യാത്ത പണി ചെയ്യാൻ പറ്റുമോ മൗലവി?
അത് നമുക്ക് പൈസ കിട്ടുന്ന കാര്യം മുസ്ലിയാരെ അത് മുടക്കല്ല. നിങ്ങളെ അടിസ്ഥാനം അനുസരിച്ച് വാങ്ങാൻ പറ്റൂല, ഞങ്ങളെ അടിസ്ഥാനത്തിൽ കുഴപ്പമൊന്നുമില്ല, അത് വേറെ വിഷയമാണ്. പൊരുത്തപ്പെട്ട് തന്നായിരുന്നു വാങ്ങാം. ഓ പൊരുത്തപ്പെട്ട് ഭാര്യ എന്തൊക്കെ തന്നാ വാങ്ങാൻ മതി. ഞാൻ എവിടെയാണത്? ആറ്റിൽ ഭാര്യ പൊരുത്തപ്പെട്ടു വല്ലതും തന്നാ വാങ്ങാം. ഓ എന്നിട്ട് മൗലവി എന്നെ കിളിപ്പാക്കി മൗലവി ചേരിപ്പടി കണ്ടി വന്നേ. അതൊക്കെ എന്റെ സീരിയലുകൾക്ക് കേൾക്കാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്തിനീ നിങ്ങളെല്ലാം മതം പറയാതെ നടക്കണം? എന്താണ് പ്രശ്നമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരുത്തർ വന്നിട്ട് പറയാ, ഒരു സ്ത്രീ, നബിയെ എന്റെ 2 മക്കളിതാ, ആ 2 മക്കളെയും സ്വത്ത് ആ മക്കളെ ബാപ്പ മരിച്ചു പോയിട്ട് ബാപ്പന്റെ സഹോദരൻ കൊടുക്കുന്നില്ല. വലാ തുൻകഹാനി ഇല്ലാതെ മാറി, എന്റെ ഈ പെൺമക്കൾക്ക് സ്വത്തില്ലാതെ കല്യാണം നടക്കൂല നബിയെ, അവർക്ക് സ്വത്തില്ലാതെ നിക്കാഹ് നടക്കൂല നബിയെ. അപ്പോഴാ പെണ്ണുങ്ങൾക്ക് അനന്തരം കൊടുക്കണം, കുട്ടിയൊക്കെ അനന്തരം കൊടുക്കണമെന്നുള്ള ആയത്തിന്റെ അല്ലാഹുവിൽ ഇറക്കിയത് മിസ്കാത്തെടുത്തു. അപ്പോ ഒരാൾ പൊരുത്തപ്പെട്ടിട്ട് ഒരു പെണ്ണിന്റെ സ്വത്ത് ഒരാൾ തന്നാൽ അത് വാങ്ങിക്കൂടെന്ന് ഒരു സ്ഥലത്തുമില്ല. അതേസമയത്ത് സ്ത്രീധനം വാങ്ങൽ നല്ല പണിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് വളരെ താണ പണിയാണ്. പെണ്ണിന്റെ പൈസ എത്തണമെന്ന് വിചാരിച്ചില്ല, ഞാൻ അന്നും പറഞ്ഞു ഇപ്പം വരും. അത് വേറെ താണപടി വലുതുണ്ട്, അതുകൊണ്ട് അത് ഹറാമെന്നവരാ. താണപടിക്ക് ഹറാമാ. ഇപ്പൊ നിങ്ങളല്ലേ ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോട്ടോ എടുക്കുക, താണപടിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോട്ടോ എടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഇയാൾ പൈസ കൊടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ പിടിക്കാനല്ലേ. ഒരു സദ്യക്ക് പോയപ്പോ ഒരാൾ ഒരു കോഴിന്റെ എല്ലെടുത്തിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഫോട്ടോ എടുത്താൽ താണപടിയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു താണപടിയാണ്. സിഗരറ്റ് കഴിക്കുന്നത് ഒരു താണപടിയാണ്. അതിലായിരിക്കാ സംശയം. സ്വന്തം കൈയിന്റെ വിരല്, സ്വന്തം കൈ കടമാക്കിയൊന്നുമല്ല, സ്വന്തം കൈയിന്റെ വിരല്, ആ വിരല് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊള്ളയിൽ എടുത്ത് പിന്നെയും വെച്ച് പിന്നെയും എടുത്ത് പിന്നെയും വെച്ച് പിന്നെയും എടുത്ത് ആൾക്കാർ താണപടി വിരൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും. എന്നാ പിന്നെ നമ്മളെ സിഗരറ്റോ അത് സുബഹാനല്ലാഹ് സ്വന്തം കൈയല്ല, കഴുകിയിട്ടില്ല, എവിടെയോ മുളച്ച പുകയില, ഏതോ ഇലയിലോ കടലാസിലോ പൊതിഞ്ഞ് അതിന്റെ ബദിരികളൊന്നും അല്ലേ പൊതിഞ്ഞത്. എന്നിട്ട് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊരു സാധനം അതൊരാളെടുത്ത് തൊള്ളയിലൊക്കെ എടുക്കുക, പിന്നെ വെക്കുക, എടുക്കുക, എന്നിട്ട് അരുവ അടുപ്പ് തന്നെ മാതിരി കുറെ പുകയും. ഇത്ര താണ ഏർപ്പാട് അവിടെ ഹറാമെന്ന് പറയാൻ പറ്റുമോ? താണ ഏർപ്പാടൊക്കെ ഹറാവാ. അതുപോലെ സ്ത്രീധനമാകാതെ താണ ഒരു പരിപാടിയാണത്. പക്ഷേ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യാം. ഹറാമെന്ന് പറയാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? സ്വന്തം മതം പറയാൻ പറ്റുമോ? മതത്തിന്റെ നിയമം സ്വന്തം ഉണ്ടാക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ജഹാലത്ത് മതമായിട്ട് പറയേ. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ മൗലവി എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖുർആനും ഹദീസും ഉദ്ദേശിച്ചിട്ടേ നമ്മളെ സമസ്തന്റെ ആലിമ്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഇവർക്ക് നിൽക്ക കളിയില്ല. അപ്പൊ മൗലവി പറയാ സമസ്തന്റെ ആലിമ്യൊക്കെ മാനസിക രോഗമാണ്. മാനസിക രോഗമല്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റും. ഒരു ഇത്തിരിയൊക്കെ അരച്ചിരിയുള്ളവനെ അതിന് പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. മനസ്സിലായി? നാദാവത്ത് എന്താ പറയുന്നത്? ഇവിടെ വന്നാക്ക് ഫുള്ള് ലൂസാ. ഞാൻ അവിടെ ഉള്ള ആളാ, പറഞ്ഞു റെഡിയാ. എന്നാൽ കേട്ടോ വന്നത് അയാളാ, ഞാൻ നാദാവത്ത് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ നമ്മളെ പറയിച്ചേണ്ട നിങ്ങൾ. എന്നിട്ടോ ഇയാൾ പറഞ്ഞതെന്താ? സമസ്തന്റെ ആരെയൊക്കെ മാനസിക കണ്ണിയത്ത് ഉസ്താദിന്, കുതുബി തങ്ങൾക്ക്, പാണക്കാട് തങ്ങൾക്ക്, ബാപ്പക്ക് തങ്ങൾക്ക്, അവരൊക്കെ സമസ്തയിലുണ്ടായവരാ. അതുപോലെ തന്നെ കൊട്ടുമല ഉസ്താദ്, കെ ഉസ്താദ്, ഇവരൊക്കെ മാനസിക രോഗികൾ ഉള്ള ആളെ തങ്ങളൊക്കെ ഇയാളെ ഭാഷയിൽ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കൊണ്ട് അള്ളാഹ് ഇതിന് മറുപടി പറയിച്ചു. ഇയാൾ കൊണ്ടല്ലേ അള്ളാന്റെ ഓരോ പണി. ഇവിടെ വന്നിട്ട് അയാൾ പറയാണ് അതൊക്കെ അബൂജഹലും പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റി വെച്ചുവിട്ടവനെ. മഹാന്മാരായ പ്രവാചകന്മാരോളം ബുദ്ധിശക്തിയിലും ബുദ്ധികൂർമ്മതയിലും ഉയർന്നു നിൽക്കുന്ന ആളുകളുണ്ടോ? പക്ഷേ എന്നിട്ടും മഹാന്മാരായ പ്രവാചകന്മാരെ അവർ മജ്നൂനുകളാണ്, ഭ്രാന്തന്മാരാണ്. അവർ തലക്ക് സുഖമില്ലാത്ത ബുദ്ധിഭ്രമം ബാധിച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യത്തിന്റെ പ്രകാശത്തെ ഊതിക്കെടുക്കുവാനും തമസ്കരിക്കുവാനും അതാത് കാലഘട്ടങ്ങളിലെ ജനങ്ങൾ ശ്രമിച്ചു തോന്നിയിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കളെ സംബന്ധിച്ച് മാനസിക രോഗികളാണെന്ന് പറഞ്ഞ് അതാത് കാലഘട്ടങ്ങളിൽ അബൂജഹൽ കക്ഷികളെ പോലത്തെ കക്ഷികൾ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. അതെന്നെ നിങ്ങളും ചെയ്തത്. സമസ്തന്റെ ആരെങ്കിലും മാനസിക രോഗാണെന്ന് പറഞ്ഞു
അമ്പിയാക്കളെ ശത്രുക്കൾ ചെയ്ത് അതേപടി നല്ല ഇമാമാട്ടോ അബൂജഹലായി ഇമാമി. നിങ്ങൾക്ക് കേൾക്കണോ ഇവരെ കഥ കേൾക്കണോ? ഇവര് പുതിയ മതല്ലേ? ഇവർ പുത്തൻവാദികളാ? അല്ല, ഇവര് പുത്തൻവാദികളെ ദുനിയാവിലാണ് പുത്തൻവാദി. പാട്ട മലയാളത്തിൽ ഫുതുബ പറഞ്ഞിട്ട് മീറ്റിംഗ് നടത്തിയിട്ട് ഇവര് പുത്തൻവാദിയാണെങ്കിൽ ആരാ പുത്തൻവാദി? അഴിമതി കഴിഞ്ഞോ? നമ്മളൊക്കെ പഠിച്ചേണ്ട. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കും. അവനാണ് മുവഹ്ഹിദ്. അതാണ് തൗഹീദ്. കിതാബ് തൗഹീദിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നവരാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് വിശ്വസിച്ച് പ്രഖ്യാപിക്കലാണ് തൗഹീദ്. അല്ല അമ്പിയാക്കളെ വിളിക്കാതിരിക്കലല്ല, മഖ്ബറെ പോകാതിരിക്കലല്ല. അത് ഇവർക്ക് തൗഹീദ് അറിയാനിട്ടാണ്, ബുഖാരി ഓടാനിട്ടാണ്, പഠിക്കാനിട്ടാണ്. എന്നാ മുസ്ലിമേ ഇയാള് മുജാഹിദിന്റെ മൗലവി പറയുന്നത് ബാലേട്ടൻ മുസ്ലിമാണ്. എന്താ ബാലേട്ടൻ മുസ്ലിമാണ് ഇവരെ കാരണം? നമ്മൾ കേട്ടു. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കേട്ടില്ലേ? അപ്പൊ യഥാർത്ഥ മുസ്ലിമാരാ ദൈവമേ രക്ഷിക്കണേ എന്നെ ബാലേട്ടൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അബൂജഹല് കടലിൽ കുടുങ്ങിയാൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മുസ്ലിമായോ? ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാവോ? അള്ളാന്റെ ദീനിൽ പുതിയ വാദം കൊണ്ടുവരികയാണ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആ മുസ്ലിമാണ് പോൽ. രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ കാഫിറാണ് പോൽ. ഇത് പുത്തൻ വാദമല്ലേ? ഒരു പണ്ഡിതനും പറയാത്തതല്ലേ? ഒരു ഖുർആനിലും ഇല്ലാത്തതല്ലേ? ഇതിന്റെ ഗൗരവം തിരിഞ്ഞോ നിങ്ങൾക്ക്? ദൈവമേ രക്ഷിക്കണേ എന്നാ ബാലേട്ടൻ മുസ്ലിമാവുന്നു. അത് ബാലേട്ടൻ ഇഷ്ടപ്പെടുക പറഞ്ഞു. നിങ്ങളൊന്നാലോചിച്ചു, ഈ മൗലവിനെ പറ്റി ഒരാൾ പറഞ്ഞാൽ ഹിന്ദുവാണ്, മൗലവി ഇഷ്ടപ്പെടുവോ? ഇല്ല. എന്നാ ബാലേട്ടൻ ഇഷ്ടപ്പെടുവോ? അയാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവർ വേണ്ടാത്തത് പറയുന്നത്? ബാലേട്ടൻ മുസ്ലിമാണ്, ബാലേട്ടൻ ഇഷ്ടപ്പെടുന്നത്. എന്തിനാണ് ഇവർ വേണ്ടാത്തത്? എന്താണ് ഈ സമുദായത്തിൽ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാ മുസ്ലിമാവും. ഇന്ന് വരെ ഒരു മുസ്ലിമും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അത് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കാതെ ഒരു മനുഷ്യരും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിമാവൂല, സംശയമില്ല. ഇവരത് പുത്തൻവാദം അല്ലെങ്കിൽ ആരതാ പുത്തൻവാദം? ഇനി ഇയാൾ പറഞ്ഞിട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബാക്കലാവും. അതൊന്ന് കേട്ടോളിക്കൾ. ഇനി ഇവിടെ ശരിക്കും പഠിക്കേണ്ട ഒരു പദമുണ്ട്, രക്ഷിക്കുക, രക്ഷകൻ എന്നൊക്കെ ഗുണം ആർക്കാ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? രക്ഷകൻ അല്ലേ? അപ്പൊ മൊയ്തീൻ ശൈഖിനെ രക്ഷകനായി സ്വീകരിച്ച അതിനർത്ഥം എന്താ? മൊയ്തീൻ ശൈഖാണ് അവന്റെ റബ്ബ്. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് ഒരാൾ പറഞ്ഞ അതിനർത്ഥം എന്താ? മൊയ്തീൻ ശൈഖാണ് എന്റെ റബ്ബ്. മനസ്സിലായില്ലേ? ഒരു മൗലവിയെ വേറൊരു മൗലവി ഇടിക്കാൻ, മടവൂർ ഗ്രൂപ്പിൽപ്പെട്ടൊരു മൗലവി ഇപ്പുറത്തെ ഗ്രൂപ്പിലുള്ള മൗലവിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബാക്കലായി, ഞാൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബാക്കലായി. സുബ്ഹാനല്ലാഹ്, ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ? കാരണം റബ്ബാക്കലാവൂലേ? എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബാക്കലാകുമോ? ഒരു വിവരവുമില്ലാതെ മുസ്ലിമീങ്ങളെ കാഫറാക്കാണ്. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഇയാൾ പറയുന്നത് അള്ള ചെയ്യുന്ന ഏറ്റവും വലിയ നിയമത്ത് ഒരാളെ സുന്നിയാക്കാതിരിക്കാന്നുള്ളതാണ്. അവന് എന്നിട്ട് ഞാൻ അതിനേക്കാൾ രസമുള്ള വേറെ കൽപ്പിച്ചു തരാം. അല്ലാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അള്ള കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോവില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായ. മനസ്സിലായില്ലേ? നിരീശ്വരവാദിയായാലും സുന്നിയാകരുത്. അവരുടെ ഏറ്റവും വലിയ കാരുണ്യം സുന്നിയാകാതിരിക്കരുത്. നാ മുസ്ലിമീങ്ങളെ ലോകത്ത് ഏറ്റവും നല്ല കാരുണ്യം ചെയ്ത വ്യക്തി ആരാണ്? അല്ലാഹു ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്ത വ്യക്തി ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മുസ്ലിമിനും തർക്കമില്ല. എന്നാൽ ഇതേ മൗലവി അതേ നാവുകൊണ്ട് പറയുന്നു
റസൂലുള്ള സുന്നിയാണ്. അതൊന്ന് കേട്ടോ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇനി നിങ്ങൾക്കല്ലേ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയാണ്. അള്ള ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം സുന്നിയാകാതിരിക്കലാണ്. നിരീശ്വരവാദിയായാലും കുഴപ്പമില്ല. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസംഗിച്ച മൗലവിയുടെ പേരറിയോ നിങ്ങൾക്ക്? മുജാഹിദ് ബാലുശ്ശേരി. അയാൾ മുജാഹിദ് അല്ലാതെ തന്നെ പറയണ്ടല്ലോ. അയാളെ പേര് എന്ന മുജാഹിദ് ബാലുശ്ശേരി. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി എന്ന മുജാഹിദിന്റെ നേതാവ് പറയുന്നു റസൂലുള്ള സുന്നിയാണ്, വഹാബിയല്ല. എന്നാൽ അള്ള ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം സുന്നിയാകാതിരിക്കലാണ്. ഇനി ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, സേവനക്കരയിൽ വന്നിട്ട് അതാ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി പ്രസംഗിച്ച സലഫിയോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളെ മുജാഹിദാശയത്തെ പറ്റി സുന്നി മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ മൗലവിമാരെ പ്രസംഗം ഞങ്ങൾ നേരിൽ കേട്ടുവല്ലോ. നാമിലൂടെ റസൂലുള്ള സുന്നിയാണെന്ന് നിങ്ങൾ പറയുന്നു. സുന്നിയാകാതിരിക്കാൻ അള്ളാഹുവിന്റെ നിയമത്തെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങളൊന്ന് ചോദിക്കൂ മുസ്ലിമീങ്ങളെ. ആരാണിവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ആരാണിവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എത്ര എന്തെല്ലാമാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ വകയിൽ എല്ലാവർക്കും തെറിയാ. ഈ അബ്ദുൽ സമദ് സമദാനി എന്നുണ്ട്, ഒരു MP അല്ലേ, MP മുസ്ലിം ലീഗിന്റെ നേതാവാ. അയാൾ ഇടയ്ക്ക് ആ ഇഖ്ബാലിന്റെ പാട്ട് പാടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയും. അതുകൊണ്ട് ഇയാളെ പറ്റി പറയാന് മൗലവി ജോർജ് ബുഷിനെ കടമോശാണ് അയാൾ. കാരണം റസൂലിന്റെ മദ്ഹ് പറയുന്ന വകയിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന പലരും, വാർഷിക പ്രഭാഷണം നടത്തുന്ന പലരും ഇഖ്ബാലിന്റെ കവിതയിലൂടെ റസൂലിനെ പരിചയപ്പെടുത്താറുണ്ട്. അബദ്ധമാണ്. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ മുസ്ലിം ലോകം അനുഭവിക്കുന്ന ദുരന്തം ജോർജ് W. ബുഷിന്റെ കടന്നുവരവല്ല, ഈ മാതിരി തകർച്ചയാണ്. കേട്ടില്ലേ? അപ്പൊ ജോർജ് ബുഷ് എന്നല്ല പറഞ്ഞു, ഇഖ്ബാലിന്റെ പാട്ടുപാടി റസൂലുള്ളാഹിനെ മദഹ് ചെയ്യുന്ന വാർഷിക പ്രസംഗം നടത്തുന്ന എന്ന് വെച്ചാൽ അബ്ദുൽ സമദ് എല്ലാവർക്കും മനസ്സിലാകുന്ന വിഷയമാണത്. സുബ്ഹാനല്ലാഹ്. എന്താണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോടാ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയിപ്പോ ഞാനിവിടെ കൊണ്ടുവന്ന ഓരോന്നോരോന്ന് പറഞ്ഞാൽ ഇത് തീരുക. ഈ മൗലവിമാര് ഇവിടെ വന്ന മൗലവി പറയുന്നത് അള്ളാഹ് അർശിന്റെ മുകളിൽ കുത്തിരിക്കാൻ. അങ്ങനെ കുത്തിരിക്കുമ്പോ കാലെങ്ങോട്ടാ നീട്ടിയെന്ന് നമുക്കറിയില്ല. അത് വെച്ചോട്ടവനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. മഹാനായ ഇമാം അബ്ദുൽ ഖാദിർ മീനാനിയുടെ പുണ്യത്തിൽ ഇവർ പലതും കടത്തിക്കൂട്ടി. എന്നാലും ആ പുണ്യത്ത് നോക്കിയാൽ കാണാൻ ഇരിക്കുകയെന്ന അർത്ഥത്തിൽ അല്ലാഹു തആല റഹ്മാൻ വരുന്ന ശിസ്തവ എന്ന് പറഞ്ഞിട്ടില്ല. ആ പുണ്യത്തിൽ തന്നെ കാണാം. എന്നിട്ടും അല്ലാഹു അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് കാല് നിർത്തിയിട്ടോ കുറച്ചിട്ടോ അറിയില്ല എന്നല്ലേ പറഞ്ഞത്. എന്നാ മുസ്ലിമീങ്ങളെ, ഇതേ മൗലവിമാര് തന്നെ ചിലപ്പം പറയുന്നു അള്ളാഹ്ക്ക് രണ്ട് കൈയിട്ട്, മറ്റേ കൈയിലാണ് ആകാശം, മറ്റേ കൈയിലാണ് ഭൂമി. അതേ മൗലവിനെ ചിലപ്പം പറയുന്നു അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈയില്ല. അത് രണ്ടും ഒന്ന് കേട്ടോളൂ. ഒന്നാം മൗലവി പറയുന്നത്, ആ മൗലവി എന്നെ പറയുന്നു കേട്ടോളൂ, അള്ളാഹ്ക്ക് വലത്ത് രണ്ട് കൈയാണ് പോൽ. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്. അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. അള്ളാഹ്ക്ക് രണ്ട് കൈ പോലും, അത് രണ്ടും വലത്താണ് പോലും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കൂറുകാരൻ അതാ മറ്റേ മൗലവി പറയുന്ന അയാളെ ബുക്കിന് എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ കണ്ണുകൾ, അള്ളാഹുവിന്റെ കൈകൾ, ഇങ്ങനെ ഓരോ ഹെഡിങ് കൊടുത്തിട്ട് അള്ളാഹുവിന്റെ മുഖം,
ഇങ്ങനെ ഹെഡിങ് കൊടുത്ത് എഴുതിയിട്ട് അവസാനം പറയാ അള്ളാഹുവിന്റെ ഇരു കൈകളും വലങ്കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ഇടത് കൈയില്ല, വലത്ത് രണ്ട്. എന്നാ അതേ മുജാഹിദിന്റെ മുഖപത്രാണിത്. ഇതെന്താണ്? ഇത് അൽമനാർ, മുജാഹിദിന്റെ അൽമനാർ. എപ്പോ 2009 ജനുവരി. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറഞ്ഞ് ഇടത് കൈയുണ്ട്. എന്നിട്ടോളി അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ അള്ളാഹ് ഇടത് കൈയുണ്ട് അൽമനാറില്. ഇപ്പുറത്തെ പുസ്തകത്തിൽ അള്ളാഹ് ഇടത് കൈയില്ല, വലത്ത് രണ്ട് കൈയാണ്. എന്താകുക? നിങ്ങൾ നോക്ക്, ഈ കുട്ടികൾക്കൊക്കെ കൊന്തം പല്ല് ഇവരില്ലാത്തവന് പിന്നെ മുളയ്ക്കും. അള്ളാഹ് ഇടത്തെ കൈ ഇല്ലാന്നൊരു ഇപ്പൊ പറയാനത് അള്ളാഹ് ഇടത്തെ കൈയിലാണ് ഭൂമി. ഇവർക്ക് ഇസ്ലാമിന് വല്ല വിശ്വാസമുണ്ടോ? അള്ളാഹിനെ പറ്റി വിശ്വാസമുണ്ടോ? ഇവർക്ക് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി പറയുന്നത് അള്ളാഹു തല രാത്രി ഇറങ്ങി വരും, വലത്തെ കയ്യിൽ ആകാശം പിടിക്കുക, എന്നിട്ട് രാത്രി അള്ളാഹ് ഇറങ്ങി വരിക എവിടത്തേക്ക്? ഒന്നാമത്തെ ആകാശത്തിലേക്ക്. പിന്നെ അത് കേൾപ്പിച്ചോട്ടവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ല എല്ലാ രാത്രിയും നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. മൗലവി എന്നെ ഇവിടുന്ന് ചോദിച്ചത് നമ്മക്ക് ബുദ്ധിയില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അമേരിക്കയിലെ രാത്രിയാകുമ്പോ അല്ല ഇന്ത്യയിലെ രാത്രിയാകുമ്പോ? അല്ല എല്ലാ രാത്രി ഇറങ്ങാണ്. എവിടെ രാത്രിയാകുമ്പോ ഇറങ്ങാൻ? അമേരിക്കയിലെ രാത്രിയാകുമ്പോ അല്ലെങ്കിൽ ഇവിടെ രാത്രിയാകുമ്പോ? ഓരോ സ്ഥലത്ത് രാത്രിയാകുമ്പോ എന്നാ പിന്നെ ഇറങ്ങലല്ല, കറങ്ങല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്രയും ബുദ്ധിയില്ലാത്ത, ഇത്രയും ചിന്തയില്ലാത്ത ആശയം എങ്ങനെ സഹോദരന്മാരെ ഇവരെന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഒരു പുസ്തകത്തിൽ അള്ളാഹ് വലത്ത് രണ്ട് കൈ, വേറൊരു പുസ്തകത്തിൽ അള്ളാഹ് ഇടത്തെ കൈയില്ല, വേറൊരു പുസ്തകത്തിൽ അള്ളാഹ് ഇടത്തും കൈയുണ്ട്. ഇടത്തെ കൈയിൽ ഭൂമി, വലത്തെ കൈയിൽ ആകാശം. എന്തിനാണ് ഇതൊക്കെ ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇവർ അച്ചടിച്ചു വിടുന്നത്? എന്തിനാണ് ഇവർ പ്രസംഗിച്ചു വിടുന്നത്? ഇസ്ലാം തകർക്കാനാണ് കേട്ടോ. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവരിങ്ങനെ എണി വെക്കുകയാണ് കേട്ടോ. ഇത് കപട വിശ്വാസികളുടെ ലക്ഷണമല്ലേ? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന ശരിയായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കുന്നു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഇവര് തന്നെ പഴയ കാലത്തും പുതിയ കാലത്തും ഇറക്കിയ മാസികകളുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഇവര് പഴയ കാലത്ത് ഇറക്കിയ അൽമനാറാണ്. 1952 ജനുവരി 20 ഞാൻ ജനിക്കുന്നതിന്റെ ഒരു 5-6-7 കൊല്ലം മുമ്പാണ്. ഇതിലെന്താണ് ഇവർ പറയുന്നത്? ഇങ്ങനൊക്കെ വിശ്വസിച്ച കാഫറാണ് എന്നാ പറയുന്നത്. അതൊന്ന് ശരിക്ക് കേട്ടോ. അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ, അതുപോലെ റബ്ബിനെ സംബന്ധിച്ച് രൂപമുണ്ടെന്ന് വിശ്വസിച്ചാൽ, സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ, ജഡമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫറാണെന്ന് ഇവര് തന്നെ 952 അൽമനാറിൽ എഴുതിയത് നിങ്ങളൊന്ന് കേട്ടോ. മുഹത്തദിയെ കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇപ്പൊ പറയുന്നത് വലത്ത് ഭാഗവും ഇടത്ത് ഭാഗവും ഉണ്ട്, വലത്ത് രണ്ട് കൈയാണ്. എന്നാലില്ല ഇപ്പോഴത്തായി ഇത് ഞാൻ പറയേണ്ടതുണ്ടോ? നിങ്ങൾ അൽമനാറ് വായിച്ചാൽ പോരെ. ശരി സഹോദരന്മാരെ, ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞങ്ങളാരും തെറ്റിദ്ധരിപ്പിച്ചതല്ല, നിങ്ങൾ തന്നെ എഴുതി വെച്ചതാണ്. നിങ്ങളുടെ അൽ-ഇത്തിഹാദ് പത്രത്തില് നിങ്ങൾ തന്നെ എഴുതി വെച്ചതാണ്. നിങ്ങൾ ഭീകരവാദം ചെയ്തത് നിങ്ങൾ എഴുതിയതാണ്, അഭിമാനത്തോടെ എഴുതിയതാണ്. ഞാനത് വേണമെങ്കിൽ പലപ്പോഴും പല സ്ഥലത്തുനിന്നും വായിച്ചു കേൾപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, കേട്ടോ.
നിങ്ങളെ നേതാവ് അബൂബക്കർ മൗലവി നിങ്ങളുടെ അൽ-ഇത്തിഹാദിൽ എഴുതിയതാണ് 1801 ഏപ്രിൽ 20 പതിനായിരം വരുന്ന ഒരു ഒമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവര് ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഇങ്ങനെ കാഫിറുകളോടും ഖബറുകളിലെ ഖബറിന്റെ അടുക്കലേക്ക് നേർച്ചയാക്കുന്നവരോടും ഒരേ വീക്ഷണഗതി വെച്ചിട്ട് അതാ കൊട്ടുകളക്കുകയാണ് വഹാബി സൈന്യം ചെയ്തത്. നിങ്ങളുടെ അൽ-ഇത്തിഹാദ് നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ മൗലവി? അപ്പോൾ ഏതെങ്കിലും സദസ്സിൽ വെച്ച് ഏതെങ്കിലും അമുസ്ലിം സഹോദരന്മാർ നിങ്ങളെ സംബന്ധിച്ച് ഭീകരവാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളെ മൗലവിമാരല്ലേ? നിങ്ങളെ നേതാവ് ഈ മൊയ്ത് മൗലവി സാഹിബ് കോൺഗ്രസിന്റെ നേതാവല്ലായിരുന്നില്ലേ? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന ഈ പുസ്തകത്തിന് നിങ്ങൾ കഅബയിൽ കൊള്ളയടിച്ചു എഴുതിയിട്ടില്ലേ? അതേ റസൂലുള്ളാഹിന്റെ മഖ്ബറിൽ കൊള്ളയടിച്ചു എഴുതിയിട്ടില്ലേ? നിങ്ങൾ ധാരാളം മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നത് എഴുതിയിട്ടില്ലേ? ഇല്ലെന്ന് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ഞങ്ങളാരും പറഞ്ഞതല്ല, അതൊക്കെ നിങ്ങളെ നേതാക്കന്മാര് തന്നെ നിങ്ങളെ പത്രത്തിൽ എഴുതിയതാണ്. അതിന് ഉത്തരവാദി നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എഴുതി സംസാരിക്കുന്നില്ല. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീകൾ സദസ്സിലേക്ക് വരണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, നിന്റെ ദീന് നശിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം കാപ്പറ്റ്യം മനസ്സിലുള്ളവർ പ്രസംഗിക്കാൻ നടക്കുന്നുണ്ടോ, ആരെല്ലാം നിന്റെ ദീന് നശിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ടോ, ഞങ്ങളെ ജീവിതകാലത്ത് റബ്ബേ അവരെ ആശയം കൊണ്ട് നേരിടാൻ പരിശുദ്ധ ഖുർആൻ ധരിച്ച് നേരിടാൻ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ധരിച്ച് നേരിടാൻ അവരവരുടെ പുസ്തകങ്ങളും അവരുടെ വാക്കുകളും ജനങ്ങൾക്ക് കേൾപ്പിച്ചും കാണിച്ചും കൊടുത്തുകൊണ്ട് നേരിടാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും നീ ഏറ്റിത്തരണം റഹ്മാൻ. എനിക്കെത്രയോ പറയാനുണ്ട്, പക്ഷേ പറഞ്ഞാലുണ്ടോ തീർന്ന് മുജാഹിദീങ്ങളുടെ നാശവും അവരുണ്ടാക്കിയ വിനയും അതുണ്ടോ മാസങ്ങളോളം പറഞ്ഞാൽ തീർന്ന്. സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. പരിശുദ്ധ ഇസ്ലാം അത് നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് മുഖേന നമുക്ക് അല്ലാഹു തആല എത്തിക്കുന്നതാണ് ഇസ്ലാം. അതിൽ വ്യതിചലിച്ചാൽ ദീനിന്ന് തെറിച്ചു. ഇവിടെ ഒരുപാട് ആളുകൾ സിറാജുലേക്ക് നേർച്ചു വന്നിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ഫലം കൊടുക്കണം റഹ്മാനേ. സഹോദരന്മാര്, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആറ്റിങ്ങല് മുഖാമുഖത്താണ് ഈ നമ്മുടെ മുഹമ്മദ് സഖാഫിയും നമ്മുടെ ഹൈദർ ഉസ്താദൊക്കെ ഉണ്ട്. അവിടെ പലരും എനിക്ക് നേർച്ച കൊണ്ടെത്തുന്നു. ഞാൻ ആ സദസ്സിൽ സംഘടിപ്പിച്ചവർക്ക് തിരുവനന്തപുരത്ത് കൊടുക്കുമ്പോൾ നേർച്ച കൊണ്ടെത്തുന്നു സിറാജുലേക്ക്. ഞാൻ അവർക്ക് ഇങ്ങനെ കാണിച്ചിട്ട് കീശയിലിട്ടുള്ളൂ. നമ്മളെ ഇവിടെ വന്ന മൗലവി അത് നമ്മളെ സീഡിന്റെ കട്ടെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നാദാവത്ത് എന്റെ നാട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. കണ്ടോ, പേരോടിന് വലിയ തടിച്ച കവറിട്ട് കീശയിലിടാൻ പറയും, സ്വന്തം കീശയിലിടാൻ പറയും. ഇതൊക്കെ തട്ടിപ്പാണ്. പടച്ചോന്റെ കോടതിയിട്ട് പോയി, അള്ളാന്റെ ഒരു കോടതി, അത് വിശ്വസിക്കണം. ഞാനത് ശരിക്ക് ജനങ്ങൾക്ക് ഞാനും കാണിച്ചു കൊടുത്തു, വിശദമായി വിവരിച്ചു. മൗലവി നാദാവത്ത് വരുമ്പോ സിറാജുലേക്ക് 2 ലക്ഷം നേർച്ചിട്ടുണ്ടായി. എന്റെ ആ സമയത്തുള്ള സീഡിയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് കാണാം 2 ലക്ഷം 2.5 ലക്ഷം നേർച്ചിട്ടുള്ളത്. 7 പ്രാവശ്യം മൗലവി നാദാവത്ത് വന്നു. അൽഹംദുലില്ലാ ഇപ്പൊ 7 ലക്ഷം കിട്ടുന്നു. ഒരു മാസത്തിൽ 7 ലക്ഷം കൊടുക്കുന്നു. എന്റെ മുജാഹിദീങ്ങൾ നേർച്ചയാക്കുന്ന ഇപ്പോ ഇയാളെ പ്രസംഗം കേട്ടപ്പോ അവർക്ക് എന്തോ ഒരു അത്ഭുതം കിട്ടുന്നു. എത്ര മുജാഹിദീങ്ങളെ ഈ അടുത്തേക്ക് നേർച്ചയോട്ട് അയച്ചത്? കാരണം അവർക്കും ബോധ്യപ്പെട്ടു സിറാജുലേക്ക് നേർച്ചയാക്കിയ ഫലമുണ്ട്. ചെറിയ ഫലമൊന്നല്ല. പുല്ലൂക്കൽക്കാരൻ അബ്ദുറഹീം 21 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല. കടവത്തൂരിന്റെ പോയി അന്വേഷിച്ചു കൊണ്ടുപോയിട്ടുണ്ടായി.
കഴിഞ്ഞ ഒരു 5-8 മാസം മുമ്പ് ഞാൻ അബുദാബി ചെന്നപ്പോൾ ഞാനൊരു റിക്വറി കൊടുത്തു. കഴിഞ്ഞ റമദാൻ ചെന്നതിനോട് പറഞ്ഞു എന്റെ ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. വെള്ളപ്പാണ്ട് രോഗം മാറിയിട്ട് കത്തി ഞാൻ സൂക്ഷിച്ചു. വലിയ വലിയ അത്ഭുതങ്ങൾ അള്ളാഹു ആ സ്ഥാപനത്തിന് നേരത്തെ ചെയ്തവർക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരത്തെ പൈസ ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ ഒക്കെ വന്നാൽ എന്റെ കീശയിലിട്ടാൽ മതി. ഇനിയിപ്പോ കീശയിൽ നിറയൂല, കീശ കൊള്ളൂല, അതുകൊണ്ട് സഞ്ചി വേണം. കാരണം മൗലവിയെ കൊണ്ട് കിട്ടിയ ഉപകാര. മൗലവി വിചാരിച്ച് സിറാജുൽ ഹുദ 30 അതാവത്തൊന്ന് പ്രസംഗിക്കുന്നത് തകർത്തല്ല. സുബ്ഹാനല്ലാഹ്, മൗലവിന്റെ സ്കൂള് കൂട്ടിയിട്ടു. എല്ലാ സ്ഥലത്തും മൗലവിന്റെ ഉള്ളുകണ്ടി ആളുകൾക്ക് മനസ്സിലായിരിക്കും. തെറി പറയാ, ചീത്ത പറയാ, സമസ്ത കാര്യങ്ങൾക്ക് മാനസിക രോഗം, പിന്നെ ബാക്കിയുള്ള ആരെയാ പറയാത്തത്, എല്ലാവരെയും തെറി പറയാ. അതാ ഇസ്ലാം. ഞാനിനി അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയട്ടെ, സിറാജുൽ ഹുദ ഒരു കാലത്ത് 40 കൊല്ലത്തോളം അറബിയിൽ ഹുതുബോടുന്ന പള്ളി ഇല്ലായിരുന്നു. എന്തേ? അറബിയിൽ ഹുതുബോടുന്ന പള്ളി അതുണ്ടായിരുന്നു. അതിവൻ പിടിച്ചെടുത്തു, തകർത്തു, മക്ബറ തകർത്തു, തകർത്തവൻ കിടന്നു. ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ആ കുറ്റ്യാടിയിൽ ഓല തെറ്റി വെട്ടി തുടങ്ങിയതാ സിറാജുൽ ഹുദ. ഞാൻ 1983 27 കൊല്ലം മുമ്പ് കുറ്റ്യാടിയിൽ പ്രസംഗിക്കുന്ന ചിത്രം സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന സീഡിയിലുണ്ട്. ആ സീഡി ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോ ആ സീഡിയിൽ നിങ്ങൾക്കത് കാണാം. ഞാൻ സിറാജുൽ ഹുദ തുടങ്ങിയിട്ട് ഓല ഷെഡ് കെട്ടി, ജുമാ തുടങ്ങി, ഷെഡിൽ മദ്രസ തുടങ്ങി, ഷെഡിൽ ദർസ് തുടങ്ങി. ജനാലെ ജോലി കൊടുത്തുകൊടുക്കാൻ മഴ പെയ്തപ്പോ ഞാൻ കുട്ടികൾക്ക് കിതാബ് എടുത്ത് ഓടുന്നത് നിങ്ങൾക്കതിൽ കാണാം. അതിൽ കൊണ്ടുപോകുന്നത് കാണാം. ഇപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 54 പള്ളി അല്ലാഹു തന്നു, 25 മദ്രസ അല്ലാഹു തന്നു, ദഅവാ കോളേജ് തന്നു, ശരീഅത്ത് കോളേജ് തന്നു. അൽഹംദുലില്ലാഹ്, പിജിക്ക് പഠിക്കുന്ന കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശ്രയം വളരെ നന്നായി പഠിച്ച് പണ്ഡിതന്മാരാകുന്നുണ്ട്. ശരീഅത്ത് കോളേജിൽ എന്റെ ഒരു മകൻ പഠിക്കുന്നുണ്ട്, ദഅവാ കോളേജിൽ എന്റെ 2 മക്കൾ പഠിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെല്ലാം നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ഒരു മകൾ നാദാപുരത്ത് സിറാജുൽ ഹുദയുടെ കീഴിൽ 2500 ആളുകൾ കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സിറാജുൽ ഹുദയുടെ കീഴിലുണ്ട്. അവിടെ എല്ലാ എത്തി കുട്ടികൾക്ക് ഫ്രീ ആണ്. യതീമല്ലാത്ത കുട്ടികൾക്ക് ഫ്രീ അല്ല, ചെറിയ ഫീസ് കൊടുക്കണം. എന്റെ മകൾ നാദാപുരത്ത് പഠിക്കുന്നുണ്ട്, ഞാൻ ഫീസ് കൊടുക്കുന്നുണ്ട്. ഫീസ് കൊടുക്കാതെയല്ല, എന്റെ മകൾക്ക് ഞാൻ ഫീസ് കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ സിറാജുൽ ഹുദക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ദർസ് നടത്തുന്നുണ്ട്. ഇന്ന് വരെ 5 പൈസ ഞാൻ ശമ്പളം പറ്റിയിട്ടില്ല. മൗലവി ഇമാമത്തിൽ നിന്ന് ശമ്പളം വാങ്ങാറില്ലേ? കുത്തുബോധി ശമ്പളം വാങ്ങാറില്ലേ? ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ ഞാൻ കുത്തുബോധിയിട്ടോ നിസ്കരിച്ചിട്ടോ ദർസ് നടത്തിയിട്ടോ ശമ്പളം പറ്റിയിട്ടില്ല. എന്നിട്ട് എന്റെ കീശയിലിടാൻ പറയുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ മുന്നിൽ എന്നെ കുറവാക്കാൻ വേണ്ടി മൗലവി ക്ലിപ്പ് കാണിച്ചില്ലേ? ചോദിക്കട്ടെ, മൗലവി പടച്ചറപ്പിലൊക്കെ കാണുന്നില്ലേ? എനിക്കൊരു പ്രയാസവും റബ്ബ് തന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. വന്നത് കാറിലാണ്. ആ കാറ് മലപ്പുറത്തുള്ള ഒരു നല്ല മനുഷ്യൻ സ്വന്തം വാങ്ങി തന്നതാണ്. അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കട്ടെ. ആ വകയിൽ 2 ലക്ഷം രൂപ കൂടി അദ്ദേഹം തരാനുണ്ട്. അത് രാവിലെ പോകുമ്പോൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന് അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിൽ വിശ്വസിച്ച് അവന്റെ മേൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തണം. അല്ലാഹുവിന്റെ ദീനിൽ ഈ മൗലവിമാര് നശിപ്പിക്കുന്നതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കാണിച്ചു തന്നില്ലേ? ദർസിലോന്ന മുതഅല്ലിമീങ്ങൾ വെറുതെ ഇരിക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ശക്തിയായി നേരിടണം. അതുപോലെ തന്നെ മുഅല്ലിമീങ്ങൾ വെറുതെ ഇരിക്കരുത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദക്ഷിണയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി അല്ലാഹുവിന്റെ ദീന് നിലനിർത്തണം കേട്ടോ. അതിന് ആരോഗ്യം ചെലവഴിക്കണം കേട്ടോ. അതിന് പഠിച്ച ഇൽമു ചെലവഴിക്കണം കേട്ടോ. അതിനോ മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങളെ SSFിനെ ശക്തിപ്പെടുത്തണം, SSFിനെ ശക്തിപ്പെടുത്തണം. SSFിന്റെ കുട്ടികൾ സെക്ടർ സമ്മേളനത്തിൽ ഓടി വെക്കാൻ പോയപ്പോ വർദ്ധിച്ചത് കണ്ടു. ഞാൻ ആശുപത്രിയിൽ കയറി നോക്കി. അല്ലാഹു ആ മക്കൾക്ക് മരണം വരെ പൂർണ്ണാരോഗ്യം നൽകട്ടെ, പകരം സ്വർഗം നൽകട്ടെ. തെറ്റ് ചെയ്തവർക്ക് അതിന്റെ അനുഭവം അല്ലാഹു നൽകട്ടെ. ഓ മുസ്ലിമീങ്ങളെ, നമ്മൾ ഭീകരവാദത്തിലെ ഖിയാമത്ത്
ഇവരെ അനുകൂലിക്കൂല, തീവ്രവാദത്തെ അനുകൂലിക്കൂല. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിമാനികളിലൂടെ പഠിച്ചതാണ്. ഒരിക്കലും തന്നെ കമ്മിറ്റി ഉണ്ടാക്കി ബോംബ് നിർമ്മിക്കാനോ തോക്കെടുക്കാനോ നമ്മൾക്ക് സാധ്യമല്ല. മറ്റു ജനങ്ങൾക്ക് നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുമ്പോഴേ നീ മുസ്ലിമാകൂ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി അനുയായികളായ നമ്മൾ ഒരു തീവ്രവാദ പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൂടാ. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കണം, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സിറാത്തുൽ ഹുദയുടെ കീഴിൽ വിവിധങ്ങളായ 25 സ്ഥാപനങ്ങൾ, 8ഓളം കേന്ദ്രങ്ങളിൽ പള്ളി മദ്രസ കൂടാതെ ഓ മുസ്ലിമീങ്ങളെ, ഹരിയാനയിൽ നിന്ന് വന്ന് പഠിക്കുന്ന പാവപ്പെട്ട മക്കള് ഹനഫി മദ്ഹബ് പഠിക്കുന്നുണ്ട്. അവര് മതപരമായും ഭൗതികമായും പഠിക്കുന്നുണ്ട്. ഖുർആൻ മനഃപാഠമാക്കുന്ന കോളേജുണ്ട്, അങ്ങനെ തുടങ്ങിയ വനിതാ കോളേജുണ്ട്, സയൻസ് കോളേജുണ്ട്, 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. എല്ലാ സ്കൂളിലും എസ് കുട്ടികൾക്ക് ഫ്രീ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് സ്ഥാപനങ്ങളിലായി 8000ഓളം മക്കൾ പഠിക്കുന്നുണ്ട്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ 20ാം വാർഷിക സമ്മേളനമാണ് വരുന്ന ജനുവരി 29, 30, 31 തീയതികളിൽ. സർവ്വ മുഅ്മിനീങ്ങളെയും ക്ഷണിക്കുന്നു. ക്ഷണിക്കാൻ വേണ്ടി എന്റെ സദസ്സിൽ വന്നവരെ ഞാൻ ഏൽപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ എല്ലാവരും പരസ്പരം സഹകരിക്കണം. നമ്മുടെ കൊല്ലം ജില്ലയിലെ ഖാദിസിയും ഇതിന്റെ പരിസരങ്ങളിലുള്ള സ്ഥാപനങ്ങളും, അതുപോലെ ആലപ്പുഴയിലുള്ള നമ്മുടെ സ്ഥാപനവും, അതുപോലെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഏത് ജില്ലകളിലുള്ള ദീനീ സ്ഥാപനങ്ങളായാലും ലോകത്തെവിടെയുള്ള ദീനീ സ്ഥാപനങ്ങളായാലും അതിനെല്ലാം നമ്മൾ സഹായിക്കണം, സഹകരിക്കണം. സാധാകോട്ടയിലുള്ള അതേ സ്ഥാപനമുണ്ട്, നമ്മുടെ വാച്ചാസക്കാവിയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനം, സഹായിക്കണം, സഹകരിക്കണം. അതുപോലെ കാതുചീടത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ സഹായിക്കണം. ഇതിന്റെ അടുത്തൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വേറെ ചില സ്ഥാപനങ്ങളുണ്ട്, എല്ലാറ്റിനും സഹകരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു ഹഖായ നിലയ്ക്ക് ഹഖിന്റെ മേലടിയുറച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ വിദേശ രാജ്യത്ത് സഞ്ചരിച്ചിട്ടുള്ളൂ. മുമ്പൊക്കെ കീശയിലില്ല, ഇപ്പോ മൗലവിയെ കൊണ്ടിട്ട് ഉപകാരം. ഇപ്പൊ കീശയിൽ കൊള്ളൂല. മൗലവി എന്നിട്ട് കഴിഞ്ഞ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു, അത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോളൂ. ഇപ്പൊ ഞാൻ പറയുന്നില്ല. മൗലവി പറഞ്ഞിട്ടറിയോ, കീശയെന്ന് എടുത്തിട്ട് കഞ്ചിയിലിടാൻ ഞാനൊരു മുസ്ലിയാരെ ഏൽപ്പിക്കരുത് ചിലപ്പോ. അപ്പൊ മൗലവി പറയാം, കണ്ടോ പേരോട്ടിന് വിശ്വാസമില്ലാത്തോണ്ട് വേറൊരു മൗലവി മുസ്ലിയാർ പോക്കറ്റ് അടിക്കാണ്. ഞാനതിന് പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേട്ടു. സ്വന്തം എടുക്കുന്ന പണിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്നാണ് ഞാൻ മറുപടി അറിഞ്ഞു. അവനവനെടുക്കുന്ന പണിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണോ. പോക്കറ്റ് അടിയില്ല, ഞാൻ വേറൊട്ടല്ല കീശയെന്ന് എടുത്ത് സഞ്ചിയിലിടുന്നതിന്റെ പേരാ പോക്കറ്റ് അടി. സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഈ വൃത്തികളൊക്കെ പറയാൻ നടക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.